കഴിഞ്ഞൊരു ദിവസം എൻ്റെ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, അവനെ ഞാൻ പത്രം വായിക്കുന്ന സമയത്ത് എൻ്റെ തോളിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് ആ പത്രത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ ഫ്രണ്ട് പേജ് അവൻ അക്ഷരം ഇങ്ങനെ കൂട്ടി വായിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം അന്നത്തെ ഏറ്റവും വലിയ ഹെഡിങ് എന്താണെന്ന് ചോദിച്ചാൽ കഴുത്തറുത്ത് കാമുകിയെ കൊന്നു എന്നതാണ്. അതായത് കാമുകൻ കാമുകിയെ കഴുത്തറുത്ത് കൊന്നു എന്നാണ്. അപ്പൊ ഇവനിതിങ്ങനെ കഴുത്തറുത്ത് എന്നൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് പിന്നെ എന്നോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, കഴുത്തറുത്ത് പോത്തിനെയാണോ കൊന്നത്? അതാ ചോദിക്കുന്നത്. കഴുത്തറുത്ത് എന്ന് കണ്ടിട്ട് പിന്നെ ബാക്കി അവൻ ചോദിക്കുന്നത്, കഴുത്തറുത്ത് പോലെ സാധാരണ പിന്നെ കന്നുകാലികളൊക്കെയാണല്ലോ അങ്ങനെ കൊല്ലാനുള്ളത്, അങ്ങനെ വല്ല പോത്തിനെയാണോ കൊന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങളാണെങ്കിൽ എന്താ പിന്നെ മറുപടി പറയാം? ഈ കുട്ടിയോട് അല്ല മനുഷ്യനെയാണ് എന്ന് പറയുമ്പോൾ അവൻ അടുത്ത ചോദ്യം ചോദിക്കും, എന്തിനാണ്? പിന്നെ അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കാൻ മാത്രം പാകപ്പെട്ട ഒരു മനസ്സല്ലല്ലോ കുട്ടിയുടെ മനസ്സ്. ഈ ഒരു പ്രതിസന്ധി ഇന്ന് നമ്മൾ വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. കാരണം അത്രക്ക് കാഠിന്യമേറിയ വിഷയങ്ങൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മനുഷ്യനുമല്ല ഉലൈകൽ അൻആം ബൽ ഹും അദൽ എന്ന് പറഞ്ഞല്ലോ. അതായത് അവരും മൃഗങ്ങളെ പോലെയാണ്, അല്ല അതിനേക്കാൾ മോശമാണ് എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് അതിന്റെ ജീവിക്കുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സഹിക്കാൻ കഴിയുമോ? ആലുവ തൊട്ടപ്പുറത്തുള്ള പ്രദേശമാണ്, പെരുമ്പാവൂരിന്റെ തൊട്ടപ്പുറത്തുള്ള പ്രദേശമാണ്. ആലുവയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന ആ ഒരു ചിത്രം നമുക്ക് സഹിക്കാൻ കഴിയുമോ? പത്തനംതിട്ടയിൽ നടന്ന നരബലി നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുമോ? കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ സ്ത്രീധനത്തിന്റെ പേരിൽ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊന്ന ആ ദമ്പതികളുടെ കഥ ഇപ്പോഴും നമ്മൾ മറന്നുപോയിട്ടില്ല. കൊട്ടാരക്കരയിൽ കത്രിക കൊണ്ട് ഡോക്ടറെ കുത്തി കൊലപ്പെടുത്തിയ സംഭവം കുറെ ദിവസം പത്രങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. മാവേലിക്കരയിൽ മഴുകൊണ്ട് സ്വന്തം മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു മൃഗത്തെക്കാൾ അധപ്പതിച്ച മനുഷ്യനെ കുറിച്ച് നമ്മൾ വാർത്തകളിൽ വായിച്ചു കഴിഞ്ഞതാണ്. പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ കോട്ടയത്ത് വെച്ചുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരൻ ആ ഒരു പെൺകുട്ടിയുടെ കഴുത്ത് പേന കത്തിക്കൊണ്ട് അറുത്ത് ആ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് അറുത്തു കൊന്നത്. അതും നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. കൊല്ലത്ത് ഒരു ചെറുപ്പക്കാരൻ കോളേജിലേക്ക് ഓടിക്കയറി വന്ന് തൻ്റെ കാമുകിയായിട്ടുള്ള ആ പെൺകുട്ടിയുമായി പിണങ്ങിയതിന്റെ പേരിൽ പരീക്ഷ എഴുതുന്ന ഹാളിലേക്ക് കയറി അവളെ പിടിച്ചു കൊണ്ടുവന്ന് കയ്യിലുള്ള കുപ്പിയിലുള്ള പെട്രോൾ രണ്ടുപേരുടെയും തലയിലൂടെ മാറി മാറി ഒഴിച്ച് തീ കൊളുത്ത് തീപ്പന്തങ്ങളായി അവിടെ വെച്ച് ആ കുട്ടികൾ വെന്തുപോയത് നമ്മൾ കണ്ട വാർത്തയാണ്. പെരിന്തൽമണ്ണയിലാണ് ഇതേപോലെ തന്നെ പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നതും നമ്മൾ കണ്ടത്. ഇങ്ങനെ ഒട്ടനവധി സംഭവ വികാസങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വിചിത്രമായ ആത്മഹത്യകൾ, ഒരിക്കൽ പോലും നമുക്ക് ഓർക്കാൻ കഴിയാത്ത ആത്മഹത്യകൾ. ഉള്ള എറണാകുളം ജില്ലയിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. എറണാകുളം കടമക്കുടി എന്ന് പറയുന്ന പ്രദേശത്ത് ലോൺ ആപ്പിനത്തിന്റെ തട്ടിപ്പിന് ഇരയായ ശേഷം 2 കുട്ടികളെ സ്വന്തം കൈകൊണ്ട് കൊന്ന ശേഷം ഭാര്യയും ഭർത്താവും ആത്മഹത്യ ചെയ്ത, ആ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്ത വാർത്ത ഇന്നും ഓർക്കാൻ പോലും നമുക്ക് കഴിയാത്ത. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു രക്ഷിതാവ് സ്വന്തം കുട്ടിയെ കൊല്ലാൻ വേണ്ടി പിടിക്കും, ആ കുട്ടികൾ കിടന്ന് പെടയുമ്പോൾ അപ്പൊ വിടാൻ തോന്നാത്ത വിധം അവരുടെ മനസ്സ് എന്തോ ആയി മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്കിടയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ വർത്തമാനകാല സമൂഹത്തിൽ ഒരു നടുക്കത്തോടു കൂടിയല്ലാതെ നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ഭാര്യയെ തീ കൊളുത്തി കൊന്ന് ഭർത്താവ് സ്വയം കഴുത്തെടുത്തുകൊണ്ട് കിണറ്റിലേക്ക് ചാടിയിരിക്കുന്നുവെന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സിറ്റി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ കൊല്ലം സിറ്റിയാണ്. അത്ര ഇന്ത്യ രാജ്യം എത്ര വലുപ്പമുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സിറ്റികളിൽ പ്രധാനപ്പെട്ടത് മുൻനിരയിൽ നിൽക്കുന്നത് കൊല്ലം ആണെന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികളുടെ മാനസികാവസ്ഥ എവിടെ എത്തി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, സദാചാരം, ധാർമ്മികത, മതം, സംസ്കാരം എന്നീ പദങ്ങൾ പ്രയോഗിക്കുന്നത് പോലും ഇന്ന് കുറ്റകരമായിട്ടാണ് പലപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിനി വ്യഭിചാരം എന്നിനി പറയാൻ പാടില്ല എന്നാണ്, അവിഹിത ബന്ധം എന്നേ പറയാൻ പാടുള്ളൂ. വിവാഹം കഴിക്കണമെങ്കിൽ 18 വയസ്സാകണം. എന്നാൽ ഇപ്പോൾ കോടതികളും മറ്റുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലിവിങ് ടുഗദറായി ജീവിക്കണമെങ്കിൽ, അഥവാ വിവാഹമില്ലാതെ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ അതിൻ്റെ പ്രായം 18-ൽ നിന്ന് 16-ലേക്ക് കൊണ്ടുവരണമെന്ന്.
വിവാഹത്തിന്റെ പ്രായം 18 നിന്ന് 21 കൊണ്ടുപോവുകയും വേണം. എന്ത് മനസ്സിലായി? ഒരു വീടിന്റെ ഗേറ്റ് തുറന്ന് മാനമര്യാദക്ക് ഒരാൾ കയറി വന്ന് കോളിംഗ് ബെല്ലടിച്ച് വീട്ടിലേക്ക് കയറി വന്നാൽ അത് കുറ്റം, അത് തെറ്റ്. എന്നാൽ ഓട് പൊളിച്ച് രാത്രി ആരും കാണാതെ ഓടിനുള്ളിലൂടെ ഇറങ്ങി റൂമിലേക്ക് ചാടിയാലോ അത് ശരി. അതാണ് നബി പറഞ്ഞതിന്റെ അർത്ഥം. ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയും ഒരു സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ കണ്ട് അവരെ നിയമപാലകരോ മറ്റോ ഒന്ന് അന്വേഷിച്ച് എന്താ അവിടെ നിൽക്കുന്നത്, എന്താ നിങ്ങൾ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പൊ അവര് പറയണത് എനിക്ക് 16 ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 17 ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 19 ആയിട്ടുള്ളൂ. അപ്പൊ അത് കുറ്റാണ്. കാരണം 21 ആകണം, 21 ആക്കുകയാണെങ്കിൽ. എന്നാൽ ഇവര് പറയണത് ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുകയാണ്, അങ്ങനെ നിന്നാണ്. നിങ്ങൾ പോയിക്കൂടി, കുഴപ്പമൊന്നും. അപ്പൊ നിങ്ങൾ വിവാഹം കഴിച്ച കുഴപ്പം, വിവാഹം കഴിക്കാതെ എന്തോ ആകാം. ഇനി വ്യഭിചാരം എന്നല്ല പറയേണ്ടത്, അവിഹിത ബന്ധം എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? വിവാഹം പോലെ ശുദ്ധിയുള്ള, വിവാഹം പോലെ പരിശുദ്ധമായ ബന്ധം തന്നെയാണ് അവിഹിത ബന്ധവും. അത് രണ്ടും ഒന്ന് നല്ലതും ഒന്ന് മോശവുമായി ഇനി കാണേണ്ടതില്ല എന്നാണ്. ഇത് നമ്മുടെ കോടതിയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവുകൾ വന്നത്. സ്വർഗരതി മുമ്പ് ഇന്ത്യ രാജ്യത്ത് കുറ്റകരമായിരുന്നു, ഇന്നത് കുറ്റമല്ല. ആത്മഹത്യ കുറ്റകരമായിരുന്നു, ഇന്നത് കുറ്റമല്ല. സ്നേഹം, കരുണ, ദയ ഇതൊന്നും മനുഷ്യന് ആവശ്യമില്ലാത്തതാണ് എന്ന് യൂട്യൂബിൽ വന്നുകൊണ്ട് ഈ പല നിരീശ്വരവാദികളും ഇപ്പൊ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും മനുഷ്യന് ആവശ്യമില്ല, അവർ മാതാപിതാക്കളെ നോക്കണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. മാതാപിതാക്കളെ നോക്കേണ്ട കാര്യമൊന്നും ഉത്തരവാദിത്വം അവർക്കൊന്നുമില്ല, ആർക്കില്ല. എല്ലാവരും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ മതി. ഇതൊക്കെ നിർഭയമായി പറയുന്ന ഒരു കാലഘട്ടം, ഒരു പാരലൽ വേൾഡിലാണ് ഇന്ന് നമ്മുടെ മക്കൾ, നമ്മുടെ പുതിയ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പാരലൽ വേൾഡ് എന്ന് പറഞ്ഞാൽ സമാന്തര ലോകം, നമ്മൾ അറിയാത്ത ഒരു ലോകം. അത് വേഗം മനസ്സിലാകാന് വളാഞ്ചേരി ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. അവനെ വിളിച്ചിരുന്ന പേര് തൊപ്പീന്ന്. അവൻ വന്നപ്പോ ഒരു 10ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾ, ഹൈസ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾ, 100 കണക്കിന് കുട്ടികളാണ് ഈ വിളക്കിന്റെ അടുക്കിലേക്ക് പാറ്റ വരുന്നത് പോലെ ഒന്നിച്ച് ഇവന്റെ അടുക്കിലേക്ക് വന്നത്. ഒരു വലിയ പബ്ലിസിറ്റി നോട്ടീസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വന്നപ്പോഴാണ് കാണുന്നത്. എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈലുണ്ട്. എന്നിട്ട് ഇവൻ പറയുന്ന 6 വഷളൻ തമാശകൾ കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കുട്ടികൾ. അപ്പൊ ഈ കുട്ടികൾ എവിടുന്ന വരുന്നത്? നമ്മളെ പല വീടുകളിൽ നിന്നാണ്. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് എന്ത്? ഇവന്റെ ഫോളോവേഴ്സ് ആണത് എന്ന്. അതായത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇതുപോലെ ചെറുപ്പക്കാരാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാഷ തന്നെ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയാണ്. പലതിനും കോഡ് വർത്തമാനങ്ങളാണ്, പലതും ആംഗ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇവരോടൊന്നും സംസാരിക്കാൻ തന്നെ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വീടും നാടും എത്തിച്ചേർന്നിട്ടുള്ളത്. അതാണ് ഞാൻ പാരലൽ വേൾഡ്, സമാന്തര ലോകം എന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോ ലോകത്താണ് ഓരോരുത്തർ ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലിബറലിസത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ദൈവനിരാസത്തിലേക്ക് ഇന്ന് വിശ്വാസികളെ കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആൺപെൺ സൗഹൃദം അതിരുവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ ഇതുപോലുള്ള പാർക്കുകളിലോ അതല്ലെങ്കിൽ കോളേജിലോ സ്കൂളുകളിലോ ഒക്കെ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രംഗം കണ്ടാൽ പോലും അത് നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ അടുത്ത ഒരു അധ്യാപകൻ പറഞ്ഞ ഒരു അനുഭവം, അവിടെ 2 കുട്ടികൾ വരാന്തയിൽ ഇങ്ങനെ തോളിൽ കൈയിട്ട് അവർ പരസ്പരം ഹഗ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ കണ്ടപ്പോ അധ്യാപകൻ പറഞ്ഞു, എന്താ മക്കളെ ഇത് ചെയ്യാൻ പാടുണ്ടോ? സ്കൂളല്ലേ, സ്ഥാപനമല്ലേ? അപ്പൊ അതിലെ പെൺകുട്ടി തിരിഞ്ഞു നിന്നുകൊണ്ട് പറയണത്, ഞങ്ങൾ എന്ത് കുറ്റാ ചെയ്ത്? ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ബോയ് ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സാണ്. നിങ്ങളുടെ കണ്ണിനാണ് കുഴപ്പം. ആരെ? അധ്യാപകന്റെ കണ്ണിനാണ് കുഴപ്പം. നിങ്ങൾ വേറൊരു രൂപത്തിലാണ് ഞങ്ങളെ കണ്ടത്, ഞങ്ങൾ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. ന്യായമാണ് ഇപ്പത്. ഇതാണ് പുതിയ തലമുറയുടെ ന്യായം എന്ന് പറയുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതായത് പെൺകുട്ടികളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ആൺകുട്ടികൾ കത്ത് ഇങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. ആൺകുട്ടികൾ പെൺകുട്ടിയെ നോവിച്ചു എന്ന കേസായിരുന്നു, അവൻ നോക്കി എന്ന കേസായിരുന്നു. ഇന്ന് വിദ്യാലയങ്ങളിൽ വരുന്ന കേസ് നേരെ തിരിച്ചാണ്. ആൺകുട്ടികൾ വന്ന് കേസ് പറയാണ്, സർ ആ പെൺകുട്ടി എനിക്ക് കത്ത് തന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? കയ്യും കാലും മറിച്ചിട്ട് ആൺകുട്ടികൾ വരുന്നത്. ഒരു പ്രശ്നമില്ല. ലജ്ജ എന്ന് പറയുന്നത് ഊരിപ്പോയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ലജ്ജയില്ലെങ്കിൽ തോന്നിയത് ചെയ്തോ എന്ന് പറഞ്ഞില്ലേ? ഉളുപ്പില്ലെങ്കിൽ തോന്നിയത് ചെയ്തോ എന്ന് പറഞ്ഞില്ലേ?
അൽ ഹയാ ശുഅബത്തുൻ മിൻ ഈമാൻ. ഹയാ എന്ന് പറയുന്നത്, ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ്. ആ ലജ്ജ പോകുന്നുവെന്നത് ഈമാൻ ചോർന്നു പോകുന്നതിന്റെ ലക്ഷണമാണ്. അത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിവാഹ സങ്കല്പങ്ങൾ ഇന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവാഹം എന്ന് പറഞ്ഞാല് പണ്ടൊക്കെ ആണും പെണ്ണും തമ്മിലുള്ളതാണല്ലോ വിവാഹം. എന്നാൽ ഇന്ന് സംശയം ഉണ്ടാക്കിയിരിക്കുന്നു. എന്താ സംശയം? ആ പെണ്ണും പെണ്ണും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാം, ആണും ആണും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാം. ഇതിന് പ്രത്യേക പേരുകൾ ഇട്ടാലൊക്കെ വിശുദ്ധിയാവുന്ന, ആണും ആണും തമ്മിലുള്ളതിനാണ് ഗേ എന്ന് പറയുന്നത്, പെണ്ണും പെണ്ണും തമ്മിലുള്ളതിനാണ് ലെസ്ബിയനിസം എന്ന് പറയുന്നത്. ഇതൊക്കെ കൂട്ടിയിട്ടാണ് LGBTQ എന്ന ഒരു പുതിയ സ്പെക്ട്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പണ്ട് നമ്മൾ സ്വർഗരതി എന്ന് പറഞ്ഞ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെ നശിപ്പിക്കാൻ കാരണമായ ഏറ്റവും വലിയ കുറ്റം, ആ കുറ്റത്തെയാണ് ഇന്ന് സമുദായത്തിന്റെ മക്കൾ പോലും അതെന്തോ ഒരു പരിശുദ്ധമായ കാര്യമാണെന്ന രീതിയിൽ ഇപ്പൊ പത്രങ്ങളിലും മീഡിയകളിലും കണ്ടില്ല, 2 പെൺകുട്ടികൾ ഒന്നിച്ച് ജീവിക്കുന്നതാരാ? മൊഫ്തയിട്ട പർദ്ദയിട്ട കുട്ടികളാണ്. പിന്നീട് അതൊക്കെ ഊരി വെച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു പോവാണ്, കുടുംബത്തെ വെല്ലുവിളിച്ച് കോടതിയിൽ പോയി വിധി സമ്പാദിച്ചുകൊണ്ട്. ഒറ്റപ്പെട്ട കേസല്ല, 2-3 കേസ് പത്രങ്ങളിലൂടെ തന്നെ നമ്മൾ വാർത്തകളിലൂടെ നമ്മൾ കണ്ടു. ഇപ്പൊ കുട്ടികൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ അധ്യാപകരും കൗൺസിലേഴ്സും പറയുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ്. വിവാഹത്തിന് സമ്മതിക്കാത്ത അവസ്ഥ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളോട് വാപ്പയും ഉമ്മയൊക്കെ എൻ്റെ മകൾക്ക് നല്ലൊരു കല്യാണം വേണമെന്ന നിലക്ക് എന്ത് ചെയ്യും? ഒരു ചെറുക്കനെ കണ്ടെത്തിയൊക്കെ റെഡിയാക്കി അവരോട് വരാൻ വേണ്ടി പറയാൻ സമ്മതം ചോദിച്ചാൽ പറയും എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് പറയും, എനിക്കിപ്പോ കല്യാണം വേണ്ട. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പഠനം പ്രയാസമായിരിക്കുന്ന കുറച്ച് കഴിയട്ടെ. അങ്ങനെ 6 മാസവും കഴിഞ്ഞ് വീണ്ടും ചോദിച്ചാലോ? അപ്പൊ സംസാരം കുറച്ചുകൂടി കടുപ്പിച്ചു പറയുന്നത് ഞാനല്ല പറഞ്ഞ എനിക്ക് വേണ്ട. പിന്നെ ഒന്നും കൂടി അന്വേഷിച്ചാലോ? എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇനി കല്യാണങ്ങൾ ഉണ്ടാക്കണ്ട, ഞാൻ എവിടെ ചെയ്യാൻ ഞാൻ അവർക്ക് തീരുമാനമായി. ഇത് പറയാൻ ഒരു പ്രശ്നമില്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നു. നമ്മൾ വിചാരിക്കുന്നത് എവിടെയെങ്കിലും യൂറോപ്യൻ നാടുകളിലല്ല, ഇതൊക്കെ നമ്മുടെ അടുക്കളകളിൽ വരെ ഇന്ന് അതിൻ്റെ അനുരണനങ്ങളുണ്ട്. സമകാലിക സമൂഹം എവിടെ നിൽക്കുന്നു എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് പാഠ്യപദ്ധതിയിൽ പോലും ഇന്ന് അതിനെ നയമായി സ്വീകരിച്ചിരിക്കുക. എന്താ ജെൻഡർ സാമൂഹിക നിർമ്മിതി എന്ന് പറഞ്ഞാൽ? അതായത് ലേബർ റൂമിൽ നിന്ന് പ്രസവം നടന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ കരച്ചിൽ കേട്ടാല് ആ സിസ്റ്റർ സാധാരണ ആ കുട്ടിയെയും മലത്തിപ്പിടിച്ച് നമ്മൾ അടുക്കലേക്ക് വരും. ആ പ്രസവിച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ത് കുട്ടിയാണെന്ന് ചോദിക്കുക. ഒന്നുകിൽ ആണെന്ന് പറയും, അല്ലെങ്കിൽ പെണ്ണെന്ന് പറയും. പക്ഷെ ഇനി പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇനി അത് പറയാൻ പാടില്ല. ഇനി ആ കുട്ടി വളർന്ന് വലുതായി വന്ന് അത് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ട് ആ കുട്ടി തീരുമാനിക്കണം അവനാണാണോ പെണ്ണാണോ. ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ്, ബൈ ബർത്ത് അല്ല. ജനിക്കുമ്പോ ഒരാളുടെ ലിംഗം തീരുമാനമാകുന്നില്ല. അത് ആലോചിച്ചു നോക്കൂ. പിന്നെ എപ്പോഴാ അത് സ്വന്തം മനസ്സിൽ തീരുമാനിച്ചിട്ട് ഒരു പെണ്ണാണ്, എല്ലാ അർത്ഥത്തിലും പെണ്ണാണ്. പക്ഷെ ആ പെണ്ണ് പറയണ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ഞാൻ ആണാകുന്നു എന്ന് പറഞ്ഞാൽ സമൂഹം അവരെ ആണായി പരിഗണിക്കണം. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അവർ പറയണത് അല്ല ഞാൻ പെണ്ണെന്നെയാണെന്ന് പറഞ്ഞാൽ പെണ്ണായി പരിഗണിക്കണം, അത് അവരെ റൈറ്റാണ്. ഇതിനെയാണ് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണെന്ന് പറയാം. ഇതേതെങ്കിലും കവലകളിലല്ല പ്രസംഗിക്കുന്നത്, ഇതേതെങ്കിലും ക്യാമ്പുകളിലല്ല പ്രസംഗിക്കുന്നത്, ഇതേതെങ്കിലും ലിബറൽ സംഘടനകളുടെ ഒരു നയം മാത്രമല്ല. അത് നമ്മുടെ കേരളത്തിന്റെ പാഠ്യപദ്ധതിയുടെ അടിയാധാരമായി മാറുന്നു എന്ന് പറയുമ്പോ എത്ര ഗുരുതരമാണ് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്ന സന്ദേശം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതാണ് സമകാലിക സമൂഹം എത്തി നിൽക്കുന്ന സാഹചര്യം. വയോധികർ, മാതാപിതാക്കൾ, പ്രായമുള്ളവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ട്രെയിനിൽ സാധാരണ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാപ്പി കഴിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് തരും. അതിൽ ആ കാപ്പി കഴിക്കുന്നത് വരെ ആ ഗ്ലാസ്സിന് നമ്മൾ വളരെ സംരക്ഷിച്ച് കയ്യിൽ പിടിക്കും. കാപ്പി മുഴുവൻ തീർന്നാൽ പിന്നീട് ആ ഗ്ലാസ് മെല്ലെ ചുരുട്ടാൻ തുടങ്ങും. പിന്നെ നല്ലൊരു സ്ഥലം കിട്ടും, ഒന്നുകിൽ പുറത്തേക്ക് എറിയും, അല്ലെങ്കിൽ ആ വേസ്റ്റ് കൊട്ടേക്ക് കൊണ്ടുപോകും. ഇതുപോലെ ചെറുപ്രായത്തിൽ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കും. നമ്മളൊരു വളർന്ന് വികസിച്ച് നമുക്ക് അവരെ കൊണ്ടുള്ള ആവശ്യമൊക്കെ കഴിഞ്ഞ് ഇനി അവർക്കൊന്നിനും ആവൂല, അവരെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു പോയി, ഇനി അവരെയൊക്കെ കാശൊന്നും കിട്ടാനില്ല. ആ സമയമാകുമ്പോൾ അവരെ വേസ്റ്റും കൊണ്ട് കൊണ്ടുപോയിടുന്ന ഒരു രൂപം. എത്ര ആളുകൾ. അപ്പം ഇന്നൊരു സിനിമാ സംവിധായകൻ മരണപ്പെട്ട വാർത്ത ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് പിന്നെ ഫോണിൽ കാണുകയുണ്ടായി.
അങ്ങനെ പറഞ്ഞു പോകുന്ന ഇടക്ക് റിപ്പോർട്ടർ പറയുന്നത് ഏതോ ഒരു വൃദ്ധസദനത്തിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന്. 2006 മുതൽ അദ്ദേഹം അവിടെയാണ് താമസം. ഞാനപ്പോൾ വിചാരിച്ചു ഇവർക്ക് കുടുംബങ്ങളാരും ഉണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയത്. പക്ഷെ അവിടെയുള്ള നേഴ്സാണ് ആ വാർത്ത പത്രക്കാരോട് പറയുന്നത്, മരിച്ച വിവരമൊക്കെ പറയുന്നത്. അപ്പൊ എപ്പോഴാണ് സംസ്കരണം എന്ന് ബോഡി എടുക്കുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇവരുടെ മകനും ഭാര്യയും ചെന്നൈയിലാണ്, അവർ വന്ന ശേഷം തീരുമാനമാകും. അപ്പോൾ ആ ഭാര്യയുണ്ട്, മകനുണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷെ അച്ഛനെ നോക്കാനാക്കും സമയമില്ല. ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ. പ്രായമായവർ വേസ്റ്റ് ആകുന്നു എന്ന ഒരു ചിന്ത. ചിലപ്പോ വൃദ്ധസദനത്ത് കൊണ്ടുപോയി ആക്കുന്നതാണ് നല്ലതെന്ന് തോന്നും. കാരണം ചില ആളുകൾ വീട്ടിൽ വൃദ്ധസദനത്തെക്കാൾ മോശമായ രീതിയിൽ അവരോട് പെരുമാറുന്ന വീടകങ്ങളും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ വരുമ്പോ അവരുടെ മുമ്പിൽ നല്ല പിള്ളയായി ചമയുകയും അവരങ്ങ് ഇറങ്ങിപ്പോയാൽ എന്നാ തള്ള അവിടെ കിടക്കുക എന്ന് പറയുന്ന മറ്റൊരു ഭാഷ സ്വീകരിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മലയാളികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളാണ്. ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് മതവും ആത്മീയതയും ഒക്കെയാണല്ലോ. എന്നാൽ ആത്മീയ രംഗത്ത് എന്താ ഇന്ന് കാണുന്നത്? അത് ചൂഷണത്തിന്റെ മറ്റൊരു ഉപാധിയായി മാറിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞ് ഇന്ന് ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ വരെ എത്തിച്ചേർന്നിരിക്കുന്നത് ആളുകൾക്ക് കാശ് കളക്ട് ചെയ്യാൻ വേണ്ടി കള്ളക്കറാമത്തുകൾ പ്രചരിപ്പിച്ച് അവസാനം ഇപ്പോൾ പറയുന്നത് എന്താ? ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് കോഴിക്കോട് മടവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഖബറിൽ കിടക്കുന്ന CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യനാണ്. ആലോചിച്ച് നോക്കൂ. ആകാശത്തിലൂടെ പറക്കുന്ന വിമാനത്തിന് വരെ പിടിച്ചു നിർത്താൻ ഔലിയാക്കൾക്ക് സാധിക്കും, അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ കേട്ടാൽ അമ്പരന്നു പോകുന്ന വിശ്വാസങ്ങളാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മതവും ശാസ്ത്രവും കൂട്ടിക്കുഴച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. മിത്ത് വിവാദം നമ്മുടെ കേരളം സാക്ഷിയായതാണ്. ഈ കഴിഞ്ഞ ദിവസം കണ്ടത് ഫുട്ബോൾ കളിക്കാരെ വരെ കണ്ടെത്താൻ ജ്യോതിഷത്തെ ഒരു മാനദണ്ഡമാക്കുന്നു എന്നാണ്. ഫുട്ബോളിലെ ടീമിനെ ആര് തിരഞ്ഞെടുക്കണമെന്ന് അവരുടെ ഫിറ്റ്നസ്സും അവരുടെ കഴിവും അവരുടെ സ്പോർട്സ് സ്പിരിറ്റും ഒക്കെ നോക്കിയിട്ടാണല്ലോ എടുക്കേണ്ടത്. അതിന്റെ കൂടെ ഇപ്പം ഒരു സർട്ടിഫിക്കറ്റ് കൂടി എന്ത് ജ്യോതിഷികൾ പറയണത് ഇവനെ ജയിക്കൂലേ. ആ അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ നാട് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ ചൂഷണവും തട്ടിപ്പും വെട്ടിപ്പുമാണ് ആ ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് വിദ്വേഷത്തിലൂടെ വർഗീയ വിഭജനവും അപരവൽക്കരണവും സർവ്വസീമകളും ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബീഫിന്റെ പേരിൽ നടന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉത്തരേന്ത്യയിൽ നിറഞ്ഞ കാഴ്ചയായിരുന്നു. ഇന്ന് ഈ സ്റ്റേജിലേക്ക് ഞാൻ കയറി വരുമ്പോൾ ഒരു വാർത്ത കണ്ടത് നമ്മുടെ കർണാടകയിൽ നിന്നുള്ളൊരു വാർത്തയാണ്. 5 വാഹനങ്ങളിൽ മാംസം കൊണ്ടുപോകുന്ന ബീഫ് കൊണ്ടുപോകുന്ന 5 വാഹനങ്ങൾ ലോറികൾ തടഞ്ഞു നിർത്തി അതിന്റെ കൂട്ടത്തിലുള്ള ഒരു കാറിന് തീയിട്ട് ആ മാംസം ഈ ഡ്രൈവർമാരുടെ തലയിൽ വെച്ചുകൊടുത്ത് റോട്ടിലൂടെ നടത്തിക്കുന്ന ഒരു കാഴ്ച. ആലോചിച്ചു. ഇങ്ങനെ ആളുകളെ ബീഫിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന സാഹചര്യം ജയ്പൂർ എക്സ്പ്രസിലാണ് നമ്മൾ കണ്ടത്. തെരഞ്ഞു പിടിച്ച് താടിയുണ്ടോ തൊപ്പിയുണ്ടോ എന്ന് നോക്കി വെടിവെച്ച് കൊന്ന 2-3 ആളുകളെ വെടിവെച്ച് കൊന്ന സംഭവം. ആ വെടിവെച്ച ആള് പിന്നെ പറയുന്നത് എന്താ? ഇനി നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ ഇന്നയാൾക്ക് വോട്ട് ചെയ്യണം, ഇപ്പൊ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വിദ്വേഷം നുരഞ്ഞു പൊങ്ങി എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടികളെ കൂടി അതിന്റെ ടൂളാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടു. UP ഉത്തർപ്രദേശിൽ തന്നെ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ചെയ്തത് നമ്മൾ കണ്ടതാണല്ലോ. ഒരു കുട്ടിയെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നു. എന്നിട്ട് കസേരയിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരോട് പറയണ് വരാനും ഇവൻ അടിക്കാൻ വേണ്ടി പറയാം. എവിടെ? മുഖത്ത് തന്നെ ആഞ്ഞടിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക. ഓരോ കുട്ടികളും വന്ന് തല്ലുമ്പോ തല്ലല് ഫോഴ്സ് കുറയുമ്പോ ഇവര് വീണ്ടും വിളിച്ചു പറയാം അതിശക്തമായ അടിക്ക് അവൻ മുസ്ലിമാണോ എന്ന്. ആലോചിച്ചു. അപരവൽക്കരണം എവിടെ എത്തിയെന്ന് ആലോചിച്ചു നോക്കൂ. ഈ കഴിഞ്ഞ ദിവസമാണ് സമാജ്വാദി പാർട്ടി MP ഡാനിഷ് അലി എന്ന് പറയുന്ന ആ MP പാർലമെന്റിൽ എഴുന്നേറ്റ് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ നീ വർഗീയവാദിയാണ്, നീ തമ്മാടിയാണ്, കൂട്ടിക്കൊടുപ്പുകാരനാണ് എന്ന് മറ്റൊരു ഉത്തരവാദപ്പെട്ട MP ആ പാർലമെന്റ് അകത്ത് നിന്നുകൊണ്ട് പറയുന്നത്. പാർലമെന്റ് ഓടി പിടിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല, മനസ്സിന്റെ ഉള്ളതെന്നാകാതെ പുറം എത്ര ഓടി പിടിപ്പിച്ചിട്ടും കാര്യമില്ല എന്ന ആ രംഗം കണ്ടാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഉറപ്പ് എവിടെ എത്തി? മണിപ്പൂരിന്റെ കത്തൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല.
ഹരിയാനയിലെ പ്രശ്നം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇങ്ങനെ ഹരിയാനയും മണിപ്പൂരും ആക്കി രാജ്യത്തെ വെട്ടിക്കേറുവാനുള്ള ശ്രമങ്ങളാണ് പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ നാം എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു നേർചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയാണ്. ഈ വാർത്തകളിലൂടെയൊക്കെ നമ്മളെല്ലാവരും കടന്നുപോയതാണല്ലോ. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദിയാകുന്നുണ്ട്. എന്ത് ചെയ്യും, എവിടേക്കാണ് ഇനി പോകുന്നത്, പിടുത്തം വിട്ടു, ഇനി പോണ മാതിരി പോകട്ടെ എന്ന ഒരു നിരാശയുടെ കടലിലേക്ക് എടുത്തു ചാടുന്ന ഒരു വല്ലാത്ത സാഹചര്യമാണ് ഇന്ന് മലയാളികൾക്കിടയിലുള്ളത്. എന്നാൽ ഈ തദ്കിറയിലൂടെ ഞാൻ പറയുന്നു, നമ്മൾ അങ്ങനെ നിരാശപ്പെടേണ്ടവരല്ല. ഞാൻ ഈ പറഞ്ഞു പോയ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഇതിന്റെ ചുറ്റുവട്ടത്ത് നീ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത്തരം പ്രശ്നങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ വ്യക്തിയിലോ കുടുംബത്തിലോ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇതിനൊരു പരിഹാരം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ പരിഹാരത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ പത്രങ്ങളുണ്ട്, പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ ചാനലുകളുണ്ട്, പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ പരിഹാരത്തെ കുറിച്ച് പറയാൻ ആ കോളം പലപ്പോഴും ഒഴിഞ്ഞു കിടക്കാറാണ് പതിവ് എന്നതാണ് നമ്മുടെയൊക്കെ അനുഭവം. എന്നാൽ അങ്ങനെയല്ല, ഇതിന് പരിഹാരമുണ്ട്. ആ പരിഹാരം ഒന്ന് നമ്മൾ അറിയണം, രണ്ടാമത് ആ പരിഹാരം നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണ്ടതുണ്ട്. എന്താണ് പരിഹാരം? ഒന്ന്, ഇതിന്റെ അടിസ്ഥാന കാരണം എന്ത് എന്ന് ഡയഗ്നോസ് ചെയ്യുക എന്നതാണ്. ഈ ഡയഗ്നോസ് തെറ്റിക്കഴിഞ്ഞാൽ മരുന്നും തെറ്റും. ഡോക്ടറെ അടുത്ത് നമ്മൾ രോഗി വന്നാൽ ഡോക്ടർ ചോദിക്കുന്നതിന് സത്യസന്ധമായി മറുപടി പറയണം. എന്തെങ്കിലും എന്താവുള്ളൂ, ഡോക്ടർക്ക് എന്താണ് രോഗമെന്ന് ശരിക്കും മനസ്സിലാക്കാനും ആ മരുന്ന് നിശ്ചയിക്കാനും പറ്റും. എന്നാൽ മൂടി വെച്ചുകൊണ്ട് സംസാരിച്ചാലോ ഡോക്ടർക്ക് രോഗം മനസ്സിലാവില്ല. അപ്പോൾ ഡോക്ടർ നിശ്ചയിക്കുന്ന മരുന്ന് നമുക്ക് യോജിച്ച മരുന്നാവില്ല. ആ മരുന്ന് കഴിച്ചാൽ വേറെ പല പ്രശ്നങ്ങളും വേറെ ഉണ്ടാവുക ചെയ്യും. അതുകൊണ്ട് ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ എന്താണ് പ്രശ്നം, ഞാൻ എണ്ണി പറഞ്ഞ ഈ പ്രശ്നങ്ങളുടെ നാരായ വേരെന്താണ്, അതിന്റെ റൂട്ട് കോസ് എന്താണ്, അടിസ്ഥാന കാരണം എന്താണ്, ഇത് കണ്ടെത്തുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതില് ആ കാരണത്തിന്റെ ആ ഉപരിപ്ലവമായി പുറത്തേക്ക് കാണുന്ന ചില വിഷയങ്ങൾ ഞാൻ ആദ്യം പറയാം, അടിസ്ഥാന കാരണം പിന്നെയും പറയാം. ഒന്ന്, ഇതിലൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ, ഈ അതിക്രൂരമായി നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ നടക്കുന്ന ഏതൊരു കൊലപാതകത്തിന്റെ പിന്നിലും ആ വാർത്ത വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ എഴുതിയൊരു വാക്കുണ്ടാകുന്നത്, അയാൾ മദ്യലഹരിയിലായിരുന്നു, അയാൾ ലഹരി ബാധിതനായിരുന്നു, അയാൾ സിന്തറ്റിക് ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള വാക്ക് മിക്കവാറും ദുരന്തങ്ങളുടെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. 2019 വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് അനുസരിച്ച് ലഹരി ഉപയോഗം മൂലം ദുരിതം അനുഭവിക്കുന്നവർ ലോകത്ത് 35 ദശലക്ഷമാണ് എന്നാണ്. 35 ദശലക്ഷം. 11.8 ദശലക്ഷം ആളുകൾ ഇതിന്റെ പേരിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. കൗമാരക്കാർക്കിടയിൽ 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലാണത്രേ ലഹരിയുടെ ഉപയോഗം തുടക്കം കുറിക്കുന്നത്. ഈ ലഹരിക്കടിമയായി ഡി അഡിക്ഷൻ സെന്ററിൽ എത്തുന്ന ചെറുപ്പക്കാരുടെയൊക്കെ ഹിസ്റ്ററി നമ്മൾ ചോദിച്ചു പോയാൽ അവർ ലഹരി തുടങ്ങിയത് 10ന്റെയും 15 വയസ്സിന്റെയും ഇടയിൽ ഒരു ഘട്ടത്തിൽ വെച്ചാണ്. ഇത് നമ്മുടെ മുമ്പിലുള്ള ചിത്രമാണ്. അപ്പൊ ഒന്ന്, ഈ പ്രശ്നങ്ങളുടെ ഒരു നാരായ വേരായിട്ടുള്ളത് ലഹരിയാണ്. മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആർത്തിയാണ്. ആർത്തിയാണ്, അമിതമായ ആഗ്രഹങ്ങളാണ്, അധികാര കൊതിയാണ്. അത് വരുമ്പോഴാണ് എല്ലാ തട്ടിപ്പിനും ആളുകൾ തലവെച്ചു കൊടുക്കുന്നത്. ഇന്ന് സാമ്പത്തിക തട്ടിപ്പുകളുടെ പെരുമഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും മലയാളികൾ കുടുങ്ങുകയാണ്. കോടികളുടെ പണമാണ് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അടങ്ങാത്ത ആർത്തിയാണ്. മൂന്നാമത്തെ പ്രശ്നം ലൈംഗികമായ അരാജകത്വമാണ്. മനുഷ്യൻ, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും, ഒരു പ്രത്യേക പ്രായമായാൽ വൈകാരികമായ അവസ്ഥ അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. അതിന് വിവാഹമാണ് പരിഹാരം. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ വിവാഹത്തിനെ ഇന്ന് തകർത്ത് കളയുകയും ഓരോരുത്തരും തോന്നിയതുപോലെ നടക്കട്ടെ എന്നൊരവസ്ഥയിലേക്ക് വിടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ലൈംഗികാതിക്രമങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഈ ലൈംഗികമായ അരാജകത്വമാണ് മറ്റൊരു പ്രശ്നം. അതേപോലെ തന്നെ ഇതിന്റെ ഒക്കെ പിന്നിലുള്ള ഒരു നാരായ വേരെന്ന് പറയുന്നത് ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള അടിമത്വമാണ്. അതായത് കോവിഡ് അനന്തരമാണ് ഇത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് കോവിഡ് വരുന്നത് വരെ നമ്മുടെ ആളുകളുടെ ഫോൺ ഉപയോഗം, നെറ്റിന്റെ ഉപയോഗം
ഒരു പ്രത്യേക വിഭാഗത്തിനുള്ളിൽ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡ് വന്നതോടുകൂടി എല്ലാവരും വീടിൽ അടച്ചിരിക്കുകയായി. പിന്നെ ഒരു ക്യാമ്പയിനും തുടങ്ങി. എന്താ ക്യാമ്പയിന്? വിദ്യാഭ്യാസമൊക്കെ ഓൺലൈനിൽ കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഫോൺ ഇല്ലാത്ത ഒരു കുട്ടി ഉണ്ടാകാൻ പാടില്ല എന്നാണ് പിന്നത്തെ തീരുമാനം. അത് അപ്പൊരാവശ്യം, വേറെ നിവൃത്തിയില്ല. എന്നിട്ട് PTA കമ്മിറ്റികളും നാട്ടുകാരും ഒക്കെ കൂടി പിരിച്ചെടുത്ത് എല്ലാ കുട്ടികൾക്കും ഫോൺ ഉണ്ടെന്ന് എന്ത് ചെയ്തു? ഉറപ്പുവരുത്തി. അപ്പോൾ ഇതുവരെ ഫോണിലേക്ക് വരാത്ത, ഇന്റർനെറ്റിലേക്ക് വരാത്ത ഒരു വലിയ സമൂഹം എന്ത് ചെയ്തു? അതോടുകൂടി കടന്നു വന്നു. മാത്രവുമല്ല, ഇതുവരെ ആ ലോകത്തേക്ക് പോകാത്തവരായിരുന്നു ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ. അവരും ഈ മേഖലയ്ക്ക് എത്തി. അവർക്ക് എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഒരു വിശ്രമ ജീവിതം നയിക്കുന്ന ആളുകളാണ്. ഇന്ന് അത്തരം ആളുകളിൽ നിന്ന് കുറ്റവാസനകൾ പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പോക്സോ കേസിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് 50 വയസ്സ്, 55 വയസ്സ്, 60 വയസ്സായ ആളുകളെയാണ്. അതും തന്നെ എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികളെ, ആൺകുട്ടികളെയൊക്കെ പീഡിപ്പിച്ച കേസിലാണ്. എത്ര ആളുകളുണ്ടെന്ന് അറിയത്? എന്താ സംഭവിക്കുന്നത്? ഇത്തരം ആളുകൾ ഈ വീഡിയോകൾ കണ്ട് അതിൽ അഭിരമിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇത് ചെറിയ തലമുറയിലും വലിയ പ്രായമുള്ള ആളുകളിലും വരെ ഇന്നത് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു അടിമത്വം ഇന്ന് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു അടിസ്ഥാന കാരണമായി നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെയൊക്കെ പുറമേണ് നേരത്തെ പറഞ്ഞ സ്വതന്ത്രവാദം, തന്നിഷ്ടം, ഇച്ഛ, തോന്നിയതുപോലെ ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു പരിസരം എവിടെ ഉണ്ടാക്കുന്നുവെന്നത്. അവസാനം ശരി എന്താണ്, തെറ്റെന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു എന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് ഓരോന്നിനും ഓരോ പരിഹാരങ്ങൾ നമുക്കില്ല. ഇപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ സാധാരണ പറയാറുള്ളത്, ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഈ പിന്നെ ചൊള്ള എന്ന് പറയും ഞങ്ങളവിടെ, ചപ്പട്ട എന്നൊക്കെ പറയുന്നു അല്ലേ, ചിക്കൻ ബോക്സ് പറഞ്ഞാൽ അത് മൊത്തം ശരീരത്തിൽ മൊത്തം ഉണ്ടാവും. ഉണ്ടാകാത്തൊരു സ്ഥലം ഉണ്ടാവില്ല, ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. പക്ഷെ അത് മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യൂല, ഒരു ഓയിൻമെന്റ് വാങ്ങി ശരീരം മുഴുവൻ തേക്കുമോ? ഇല്ല. അത് സുഖപ്പെടാൻ വേണ്ടി ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുകയാണ് ചെയ്യുക, അകത്തേക്ക് മരുന്ന് കഴിക്കുകയാണ് ചെയ്യുക. അകത്തേക്ക് മരുന്ന് കൊടുത്താൽ ഇത് മൊത്തം കരിഞ്ഞു പോകും. ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഓരോ ബബിളായി ഇങ്ങനെ നിൽക്കുകയാണ്. ലഹരി, അരാജകത്വം, ലൈംഗിക അരാജകത്വം, പലിശ, കടക്കണി, സാമ്പത്തിക ആർത്തി, ഇതൊക്കെ ഒരുപാട് ബബിൾസായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനെല്ലാത്തിനും പരിഹാരം കൊണ്ടുവരുന്നതിന്, ഓരോ പരിഹാരം കൊണ്ടുവരുന്നതിന് പകരം ഇതിന് മൊത്തത്തിൽ ഒരു പരിഹാരമാണ് ഇവിടെ നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്. അതെന്താന്ന് ചോദിച്ചാൽ, ഒരു വസ്തു കേട് വന്നാൽ അത് റിപ്പയർ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സാമാന്യ തത്വമുണ്ട്. ഇപ്പൊ എൻ്റെ കയ്യിലുള്ള, നിങ്ങളെയൊക്കെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണ് കേട് വന്നാൽ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രയാസം വന്നാൽ നമ്മൾ എന്താ ചെയ്യാം? അത് സാംസങ്ങിന്റെ ഫോണാണെങ്കിൽ അത് വാങ്ങിയ സമയത്ത് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബുക്ക് കിട്ടിയിട്ടുണ്ടാവും, ഒരു കാറ്റലോഗ് കിട്ടിയിട്ടുണ്ടാവും. ആ കാറ്റലോഗിൽ പറയുന്നത് പോലെ റിപ്പയർ ചെയ്താലേ സാംസങ്ങിന്റെ ഫോൺ എന്താവുള്ളൂ, നന്നാവുള്ളൂ. അതുപോലെ വേറെ ഒരു കമ്പനിയുടെ ഫോൺ, ഇപ്പൊ ഐഫോൺ ആണെങ്കിലോ ഐഫോണിന്റെ ഒരു കാറ്റലോഗ് ഉണ്ടാവും. ഐഫോണിന്റെ കാറ്റലോഗ് ഉപയോഗിച്ച് സാംസങ്ങും നന്നാക്കാൻ പറ്റില്ല, സാംസങ്ങിന്റെ കാറ്റലോഗ് ഉപയോഗിച്ച് ഐഫോണും നന്നാക്കാൻ പാടില്ല. ഓരോ സാധനത്തിന്റെയും മാനുഫാക്ചേഴ്സ്, നിർമ്മാതാക്കൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന്റെ ബാറ്ററി എന്തായിരിക്കണം, അതെങ്ങനെ ചാർജ് ചെയ്യണം എന്നതൊക്കെ അതിന്റെ ഓരോന്നിനും ഓരോ നിർദ്ദേശം. പെട്രോളിന് ഓടുന്ന വാഹനമുണ്ട്, ഡീസലിന് ഓടുന്ന വാഹനമുണ്ട്. അപ്പൊ നമ്മളൊരു പെട്രോൾ പമ്പില് നമ്മളെ കാറ് കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മൾ പറയണത് ഇതിൽ കുറച്ച് ഡീസൽ ഒഴിക്കണം. അപ്പൊ പെട്രോൾ പമ്പിലുള്ള ജോലിക്കാരൻ പറയണത്, സാർ ഇതില് ഡീസൽ ഒഴിക്കാൻ പാടില്ല, ഇത് പെട്രോളിന് ഓടുന്ന വണ്ടിയാണ്, കണ്ടില്ല, ഇത് പെട്രോളിന് ഓടുന്ന വണ്ടി. അപ്പോൾ നമ്മൾ ദേഷ്യം പിടിച്ച് പറയണത്, വണ്ടി എൻ്റെതാണ്, ഞാൻ പറഞ്ഞ എണ്ണ അടിച്ചതാണ്. എന്തായിരിക്കും സംഭവിക്കുക? വണ്ടി അവിടെ നിന്ന് പോവില്ല. അത് ആ കാറിന്റെ, ആ വാഹനത്തിന്റെ നിർമ്മാതാക്കൾ അതിന്റെ എൻജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനനുസരിച്ചാ? പെട്രോളിനനുസരിച്ചാണ്. അപ്പൊ അതിന് പെട്രോൾ ഒഴിക്കാൻ പോകണം. ഇത് അതിന്റെ ഒരു മിനിമം ചിന്തയാണ്. ഞാൻ നിങ്ങൾക്ക് പറയണത് ഒരു തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു വസ്തു, ഒരു ഫ്രിഡ്ജ് ആകട്ടെ, TV ആകട്ടെ, ഫോൺ ആകട്ടെ, എന്താവട്ടെ, അത് റിപ്പയർ ചെയ്യേണ്ടത് അതിന്റെ നിർമ്മാതാക്കളുടെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ടായിരിക്കണം. അതൊരു സാമാന്യ തത്വമാണ്, ആരും അംഗീകരിക്കും, ഏത് നിരീശ്വരവാദി അംഗീകരിക്കുന്ന ഒരു തത്വമാണ്. എന്നാ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുന്നത്, ഇവിടെ കേന്ദ്ര ബിന്ദു ആരാണ്? ആർക്കവിടെ തകരാറ് സംഭവിച്ചിരുന്നത്? ആരാണ് ഇവിടെ പെണ്ണ് പിടിക്കുന്നത്?
ആരാണ് ഇവിടെ കള്ളു കുടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആരാണ് ഇവിടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത്? ആരാണ് ഇവിടെ വ്യഭിചരിക്കുന്നത്? ആരാണ് ഇവിടെ തീവ്രവാദിയാകുന്നത്? ആരാണ് ഇവിടെ ഭീകരവാദിയാകുന്നത്? ആരാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത്? ഇവിടെയൊക്കെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യൻ ഏതെങ്കിലും ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ടവനാണോ? ലോകത്തേത് ഫാക്ടറിയിലാണ് മനുഷ്യൻ നിർമ്മിക്കപ്പെടുന്നത്? ഇല്ല. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ കേടുവന്നാൽ അവനെ റിപ്പയർ ചെയ്യേണ്ടത് അവന്റെ സ്രഷ്ടാവിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് കൊണ്ടായിരിക്കണം. ഇതൊരു സാമാന്യ യുക്തിയാണ്. അവ നമ്മുടെ സ്രഷ്ടാവിന്റെ ഒരു മാർഗനിർദ്ദേശം, ഒരു കാറ്റലോഗ്, ആ കാറ്റലോഗിലേക്ക് സമൂഹം മടങ്ങുക എന്നതല്ലാതെ ഇതിനൊന്നും ഒരു പരിഹാരവുമില്ല. അതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആനിനെയാണ് മനുഷ്യന്റെ കാറ്റലോഗായി പ്രവാചകന്മാരിലൂടെ ഇവിടെ എത്തിച്ചു തന്നിരിക്കുന്നത്. എന്നിൽ നിന്നുള്ള ഈ മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ ആ മാർഗദർശനത്തെ ആര് പിൻപറ്റുന്നുവോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല, അവർക്ക് ഭയപ്പെടേണ്ടി വരികയുമില്ല. അതിന് മറുവശം എന്താ? മനുഷ്യന് അയക്കപ്പെട്ടിരിക്കുന്ന ഈ മാർഗദർശനം മനുഷ്യർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ ദുഃഖിക്കേണ്ടി വരും, അവർ വ്യസനിക്കേണ്ടി വരും, അവൻ ബുദ്ധിമുട്ടേണ്ടി വരും. ആ ബുദ്ധിമുട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രയാസമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ന് നമ്മൾ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പരിഹാരം ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞ മാനദണ്ഡത്തിലേക്ക്, നമ്മുടെ കാറ്റലോഗിലേക്ക് നമ്മൾ തിരിച്ചു പോവുക എന്നത് തന്നെയാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഏറ്റവും ചൊവ്വായതിലേക്കാണ് വിശുദ്ധ ഖുർആൻ നിങ്ങളെ മാർഗം കാണിക്കുന്നത് എന്നാണ്. അതായത് ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്ന കാര്യത്തിൽ മനുഷ്യർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാല് വ്യഭിചാരം തെറ്റാണ് എന്ന് നമ്മളൊക്കെ പറയും. എന്നാൽ അഭിസാരികയായി ജോലി ചെയ്യുന്ന, ലൈംഗിക തൊഴിൽ എന്ന് പേരിട്ട് വിളിക്കുന്ന ആ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയോട് ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും തെറ്റല്ല, അത് എന്റെ വരുമാന മാർഗമാണെന്നാ പറയാം. അപ്പൊ അവരുടെ കൺമുമ്പിൽ അത് തെറ്റല്ല, അതൊരു ജോലിയാണ്. നമ്മൾ പറയും അത് തെറ്റാണ്. പലിശ നമ്മൾ പറയും തെറ്റാണ്. എന്നാൽ പലിശ വാങ്ങുകയും കൊടുക്കുകയും അതിന്റെ പേരിൽ ബിസിനസ് നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അതിന് പ്രശ്നമില്ല. അതായത് ഏതൊരു വിഷയം എടുത്ത് പരിശോധിച്ചാലും ഇപ്പൊ എന്താണ്, ഓരോരുത്തരുടെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് ചിലർക്ക് തെറ്റാണ്, ചിലർക്ക് തെറ്റായത് മറ്റുള്ളവർക്ക് ശരിയാണ്, മറ്റുള്ളവർക്ക് ശരിയായത് വേറെ ചിലർക്ക് തെറ്റാണ്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനിടക്ക് ഇത് ഈ പന്തലിട്ടത് കണ്ടെങ്കിൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ മഴയുണ്ട്, ഞങ്ങളുടെ നാട്ടിലും മഴയുണ്ട്. ഞാൻ അവിടുന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ചോദിച്ചു മഴ പെയ്താൽ എന്താ ചെയ്യാത്ത. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾ പന്തലിട്ടിട്ടുണ്ട്. പക്ഷെ ഈ പന്തല് പൊന്തണമെങ്കിൽ നല്ല കാശുമാണ്. അപ്പൊ ഇതിന്റെ ചെലവ് ഇവിടെ വന്നോര് കൊടുക്കണം, അപ്പോഴേ അടുത്ത പരിപാടി വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സംഘാടകർ അടുത്ത പരിപാടി വെക്കൂല. അതെല്ലാവരും ശ്രദ്ധിച്ചാൽ എല്ലാവരും ഏകദേശം ചില എത്രയും മനസ്സിൽ ഇപ്പൊ കൂട്ടി വയ്ക്കാൻ അറിയാലോ. ഇവിടെ വന്ന ആളുകളിൽ ഒരു ധാരണ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്ത് കൊടുക്കണം എന്ന് ഓരോരുത്തരും ആലോചിച്ചിട്ട് ഒരു സംഖ്യ കൊടുത്താൽ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നത്തെ ഇതിന്റെ ചെലവ് നമുക്ക് പൂർത്തിയാക്കാം. സ്ത്രീകളും ആ കാര്യം ശ്രദ്ധിക്കാം. സ്ത്രീകൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ പരിപാടിക്ക് വരുമ്പോൾ നീയത്ത് വെച്ച് പോരണം, എന്തെങ്കിലും കയ്യിൽ കരുതണം. അതിന് അടുത്ത് ഇപ്പൊ കൊണ്ടുവരാത്തവർ അടുത്ത പരിപാടിക്ക് ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഖുർആന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിയും തെറ്റും വേർതിരിക്കാൻ ഖുർആനിന് സാധിക്കുന്നുവെന്ന്. അതൊരു വഹയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ വ്യഭിചാരം ഖുർആൻ പറയുന്നത് തെറ്റാണ്, അത് ഇനി ഖിയാമത്ത് നാൾ വരെ തെറ്റാണ്. പലിശ അത് തെറ്റാണ്, ഖിയാമത്ത് നാൾ വരെ തെറ്റാണ്. ഏതൊരു കാര്യത്തിലും ശരി ഏത് തെറ്റേതെന്ന് വേർതിരിച്ചു പറയും. പക്ഷെ നമ്മൾ എന്ത് പറയും, ചില കാര്യങ്ങൾ ഇപ്പൊ ഉദാഹരണം പറയാം, നിങ്ങൾ കുട്ടികളെ കൊല്ലരുത് എന്ന് പറഞ്ഞു പോകാൻ. കുട്ടികളെ കൊല്ലാൻ പാടില്ല, അത് ഗർഭപാത്രത്തിൽ നിന്ന് കൊല്ലാൻ പാടില്ല, പുറത്തു വന്നാലും കൊല്ലാൻ പാടില്ല.
അതായത് ജനസംഖ്യ കുറയുക എന്നത് അത് കുറയുക എന്നത് കൂടുക എന്നത് ഒരു പ്രശ്നമായിട്ടാണ് നമ്മുടെ നാട്ടിൽ വിലയിരുത്തപ്പെടുന്നത്. ജനസംഖ്യാ ദിനം തന്നെ ആചരിക്കുന്നുണ്ടല്ലോ. അന്ന് എന്താ കൊടുക്കുന്ന മെസ്സേജ്? നമ്മളെ നാടാകെ പ്രശ്നമാണ്, അതുകൊണ്ട് ഇനി ആൾക്കാർ ഇവിടെ ഉണ്ടായാൽ ആകെ താളം പിഴക്കും, വിഭവശേഷി ഉണ്ടാവില്ല, പട്ടിണിയിലേക്ക് നമ്മൾ പോകും, അതുകൊണ്ട് ജനസംഖ്യ കുറക്കണം എന്നാണ് പൊതുവെ പറയാറുള്ളത്. അത് ഏറ്റവും മുന്നിൽ നടപ്പാക്കിയ ഒരു രാജ്യമാണ് അയൽരാജ്യമായ ചൈന. ചൈനയിൽ എന്താ സംഭവിച്ചത്? നിർബന്ധപൂർവ്വം നടപ്പാക്കി. ആദ്യം ഒരാൾക്ക് 3 പാടുള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ 2 പാടുള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ ഒരു വീട്ടിൽ ഒരു കുട്ടിയെ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിലപ്പുറം ഉണ്ടായാൽ അവർക്ക് ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യവും കൊടുക്കൂല, ജോലി കിട്ടൂല. ഇങ്ങനത്തെ കർശനമായ വ്യവസ്ഥകൾ വെച്ചു. ഇപ്പൊ അവിടുന്ന് വരുന്ന വാർത്ത എന്താണെന്നറിയോ? അവിടെ റേഷ്യോ തെറ്റി. അതായത് പ്രായമുള്ള ആളുകളുടെ എണ്ണം കൂടി, അവരെ നോക്കാനുള്ള ജനറേഷൻ കുറഞ്ഞു പോകുകയും ചെയ്യും. വീടുകളിലൊക്കെ ഒരു മകനെ ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ പ്രായമുള്ള ആൾക്കാരെ നോക്കാൻ കഴിയണില്ല, അവർ വലിയ ബാധ്യതയായി മാറി. അവർ ജോലിയും ചെയ്യൂല. അപ്പൊ ജോലി ചെയ്യാൻ പറ്റുന്ന മാൻ പവർ കുറഞ്ഞു. അവിടെ ഇപ്പൊ ചൈന തിരിച്ച് ചിന്തിച്ചിട്ട് ഇപ്പൊ നേരെ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ കുട്ടികൾ ഏത് വീട്ടിലാണ് ഉണ്ടാകുന്നത് അവർക്ക് സമ്മാനം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഇന്ത്യയാണ് ഏറ്റവും ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. എന്താ ഇന്ത്യ മുന്നിൽ നിൽക്കാൻ കാരണം? ഒന്ന് ചൈനയിൽ കുറഞ്ഞതാണ് ഒരു കാരണം. ഇനി അടുത്ത ഭാവിയിൽ ഇന്ത്യയും ഇത് അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ തിരിച്ചെല്ലാവരും സമ്മാനം കൊടുക്കാൻ തുടങ്ങും. പക്ഷെ ഇസ്ലാം മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തിന്നാനുള്ള വായുമായിട്ടല്ല മാത്രമല്ല ജീവിക്കണത്. അവൻ പ്രസവിച്ച് വരുമ്പോൾ അവന് 2 കൈയുണ്ട്, 2 കണ്ണുണ്ട്, 2 കാലുണ്ട്, 2 കാതുണ്ട്, സൂപ്പർ പവർ കമ്പ്യൂട്ടറിനെ പോലും വെല്ലുന്ന തലച്ചോറുണ്ട്, ചിന്താശേഷിയുണ്ട്. മാൻ പവർ എന്ന് പറയുന്നതാണ് ഒരു രാജ്യത്തിന്റെ വിഭവം എന്ന് പറയുന്നത്. ആ വിഭവശേഷി തച്ചുടക്കുകയല്ല വേണ്ടത്, അതിനെ നിർമ്മാണാത്മകമായി ഉപയോഗപ്പെടുത്തുവാനുള്ള വിവേകമാണ് ഭരണാധികാരികൾക്ക് ഉണ്ടാകേണ്ടത്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അല്ലാതെ മനുഷ്യന്മാരെ കൊല്ലല്ല വേണ്ടത്. ഈ കാഴ്ചപ്പാടുക്കുന്ന ലോകം തിരിച്ചു വരും. ഇതാണ് എന്ത്? ഖുർആൻ ഒരു കാര്യം സത്യം എന്ന് പറഞ്ഞാൽ, നന്മയാണെന്ന് പറഞ്ഞാൽ അത് നന്മയായിരിക്കും. അതിപ്പോ തൽക്കാലം നമുക്ക് തോന്നും പ്രശ്നമാണ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് തിരുത്തേണ്ടി വരും. അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഖുർആനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നന്മ തിന്മകൾ വേർതിരിച്ചു മനസ്സിലാക്കുന്നു എന്നാണ്. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഒരു പക്ഷേ നിങ്ങളിത് പറയുമ്പോൾ വിചാരിക്കും, അത് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇതൊരു മുസ്ലിങ്ങൾക്കുള്ള ഗ്രന്ഥമല്ല, ഞാൻ എന്തിനത് കേൾക്കണം, ഞാൻ എന്തിനത് അറിയണം? സഹോദരങ്ങൾ, അത് തെറ്റിദ്ധാരണയാണ്. ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് ഹുദൻ ലിന്നാസ് എന്നാണ്. ഇത് ജനങ്ങൾക്കുള്ള മാർഗദർശന ഗ്രന്ഥമാണ് എന്നാണ്, അല്ലാതെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള മാർഗദർശന ഗ്രന്ഥം എന്നല്ല. മനുഷ്യരായി പറന്ന എല്ലാവർക്കും ഉള്ളതാകുന്നു ഈ വിശുദ്ധ വേദഗ്രന്ഥം എന്നാണ്. അപ്പോഴും ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും, അത് ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അതുപോലെ കേവലം ഒരു പുസ്തകം എന്നല്ലാതെ ഇതിനെന്ത് പ്രത്യേകതയാണുള്ളത് എന്നും ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് എന്തെന്നറിയോ? ഇത് കേവലം ഒരു പുസ്തകമല്ല, ഇത് സ്രഷ്ടാവിൽ നിന്ന് ദൈവികമായി ഇറങ്ങിയതാണ് എന്ന് ഖുർആൻ തന്നെ അവകാശപ്പെടുന്നു. മറ്റു വേദഗ്രന്ഥങ്ങൾ അങ്ങനെ അവകാശപ്പെടുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഇതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല, ഇത് ലോകരക്ഷിതാവിൽ നിന്ന് അവതീർണമായതാണ് എന്ന്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാരും എഴുതിണ്ടാക്കിയതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിലൂടെയാണ് ലോകം ഇത് ശ്രദ്ധിച്ചത്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതാനും വായിക്കാനും അറിയാത്ത വ്യക്തിയായിരുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല ഇത് കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രവാചകനിലൂടെ അവതീർണമായ ഗ്രന്ഥമാകുന്നു എന്നാണ്. മാത്രമല്ല, ഈ ഖുർആനിന്റെ ഒരു വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താ വെല്ലുവിളി? ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ജിന്നുകളും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടും ഈ ഖുർആനിനെ പോലുള്ളതൊന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതുപോലൊന്നും അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അവര് അതിനു വേണ്ടി മറ്റാരുടെയൊക്കെ സഹായങ്ങൾ ചേർത്താലും വിളിച്ചാലും കൂട്ടിയാലും ശരി, അവർക്കതിന് കഴിയില്ല എന്ന്.
ഇതൊക്കെ വിശുദ്ധ ഖുർആനിന്റെ ദൈവീകതക്കുള്ള തെളിവുകളാണ്. പ്രവചനങ്ങൾ പുലരുന്നു, വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഇന്നും അത് നിലനിൽക്കുന്നു. ഇനി ഇവിടെയുള്ള എല്ലാ മുസ്തഫിന്റെ കോപ്പിയായിട്ട് കത്തിച്ച് കളഞ്ഞു വിചാരിക്കും. കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇത് ബൈഹാർട്ടാക്കിയ ആളുകൾ ലോകത്തുണ്ട്. ഇങ്ങനെ ഒരു ഗ്രന്ഥം ഖുർആനല്ലാതെ വേറെ ഏത് ഗ്രന്ഥമുള്ളത് സഹോദരങ്ങൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ഇത് മനപ്പാടാക്കാൻ കഴിയുന്ന മനുഷ്യന്മാർക്ക്? അതിന് പ്രത്യേകമായ ഒരു രീതി തന്നെ, ഒരു കഴിവ് തന്നെ മനുഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നതാണ്. ഖുർആനിന്റെ പരാമർശങ്ങൾ, ഏതൊരു പരാമർശം ആളുകൾ അതിനെ അത് പൊട്ടത്തരാണ്, അത് പ്രാകൃതമാണ് എന്ന് ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി 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 വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്തേക്ക് എത്തിയ അനവധി തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യമാണെന്ത്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. എന്തായാലും അർത്ഥം, ഇതല്ലാതെ അവന്റെ വിരൽ തലപ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവരായിക്കൊണ്ട് നാം അത് ചെയ്യും. അതായത് ഓരോരുത്തരുടെ വിരൽ തലപ്പുകളും വ്യത്യസ്തമാകുന്നു എന്നതാണ്. ഇന്ന് ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏറ്റവും ആധികാരികമായി ഉപയോഗിക്കുന്നത് നമ്മുടെ തമ്പാണ്. പല ഡോക്യുമെന്റിലും തമ്പാണ്. എന്തേ തമ്പ് ഉപയോഗിക്കാൻ കാരണം? ഇത്ര പോകുന്ന ഒരു സ്ഥലത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് ഈ കൈ ഉണ്ടായിട്ട് ഇതിന്റെ ഇടയിൽ വ്യത്യാസം ഉണ്ടാക്കിയിരിക്കുന്നു റബ്ബുൽ ആലമീൻ. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമാണ്. സൂര്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? അത് സ്വയം ജ്വലിക്കുന്നുവെന്ന്. ചന്ദ്രനെ കുറിച്ച് പറഞ്ഞതോ അത് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നാണ്. സ്വയം ജ്വലിക്കുന്ന ഗോളമല്ല. തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. ഈ ആകാശത്ത് ഗ്രഹമണ്ഡലങ്ങളെ സൃഷ്ടിച്ച നാഥൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. വജഅല ഫീഹാ, അതിലവനാക്കുകയും ചെയ്തു സിറാജൻ, ഒരു വിളക്കിനെ. സൂര്യനെ കുറിച്ച് പറഞ്ഞത് എന്താ? സിറാജൻ, വിളക്ക് എന്നാണ്. വിളക്കെന്ന് പറഞ്ഞാൽ സ്വയം ജ്വലിക്കുന്നതിനാണ് വിളക്കെന്ന് പറയുക. വഖമറൻ മുനീറാ. എന്നാൽ ചന്ദ്രനെ കുറിച്ച് പറഞ്ഞതോ അത് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇന്ന് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച രാജ്യത്തിലാണ് നമ്മൾ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ചന്ദ്രൻ സ്വയം ജ്വലിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒറ്റ മിനിറ്റ് ഒന്ന് ആലോചിക്കുന്ന സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തും വായനയും ഒന്നും അറിയാത്തവരാണ്. ആ കാലഘട്ടത്തിൽ ഇതുപോലെ ശാസ്ത്രം വികസിക്കാത്ത കാലഘട്ടമാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂര്യൻ സ്വയം ജ്വലിക്കുന്നതാണെന്നും ചന്ദ്രൻ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂവെന്നും അറിയാൻ കഴിഞ്ഞത്? ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ സൂര്യന്റെ സട്ടാവായ, ചന്ദ്രന്റെ സട്ടാവായ ആ പ്രപഞ്ചനാഥന്റെ വാചകമാണ്, കലാമാണ്, വചനമാണ് വിശുദ്ധ ഖുർആൻ. ഇതിലും വലിയ തെളിവ് എന്താ വേണ്ടത്? ഇനി ഇതൊന്നും പറഞ്ഞിട്ട് തലയിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്കൊരു കാര്യം കൂടി പറഞ്ഞു. പണ്ട് കാലത്ത് എങ്ങനെയാണ് ഒരു കുഞ്ഞ് അതിന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ജന്മം കൊള്ളുന്നത് എന്ന ചോദ്യത്തിന് ശാസ്ത്രം പറഞ്ഞ മറുപടി എന്തായിരുന്നു? അതിപ്പോ അവിടെ പറഞ്ഞാൽ നമ്മള് അറപ്പോടു കൂടി മാത്രമേ അത് കേൾക്കുകയുള്ളൂ. അതായത് സ്ത്രീകൾക്ക് മെൻസസ് സമയത്തുണ്ടാകുന്ന ബ്ലഡിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന അധമമായ ചിന്തയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഗർഭിണിയായി കഴിഞ്ഞാൽ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങും. ഓരോ ആഴ്ച 1-2 ആഴ്ച കൂടുമ്പോൾ സ്കാൻ എടുക്കും, അതുപോലെ എക്സ്റേ എടുക്കും. കുട്ടിയുടെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും നമുക്ക് കളർ ഫിലിമുകളായിട്ട് കിട്ടും, അല്ലേ? ഇന്ന് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണെന്ത്? ആദ്യം അത് ഇന്ദ്രിയത്തുള്ളിയായിരുന്നു. പിന്നീട് അതിങ്ങനെ ഒരു ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരട്ടയെ പോലെയുള്ള രൂപമായി മാറുന്നു. പിന്നീട് അതൊരു മാംസകഷ്ണമാകുന്നു. പിന്നീട് അസ്ഥിയാകുന്നു. അതിനെ മാംസം കൊണ്ട് പൊതിയുന്നു. അങ്ങനെ അതിന്റെ രൂപം ഇന്ന് എല്ലാവർക്കും ചിത്രത്തിൽ കാണാൻ കഴിയണമല്ലേ സഹോദരങ്ങളെ? ഈ എംബ്രിയോളജി ഇങ്ങനെയൊന്നും വികസിക്കാത്ത, എക്സ്റേ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞ പദാവലികളൊന്ന് നോക്കൂ നിങ്ങൾ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. വെള്ളത്തിൽ നിന്നും കളിമണ്ണിൽ നിന്നുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വേറെ ഭാഗത്തും കാണാൻ പറ്റും. മണ്ണിലുള്ള മൂലകങ്ങളാണ് മനുഷ്യ സൃഷ്ടിപ്പിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? പിന്നീട് നാം അതിനെ ആക്കി
ആ ഭദ്രമായ പേടകത്തിൽ, അതിന് ഗർഭപാത്രം എന്നാ പറയാം, ആ ഭദ്രമായ പേടകത്തിൽ നാം എന്ത് ചെയ്തു? നുത്ഫയെ, ഇന്ദ്രിയത്തുള്ളിയെ നിക്ഷേപിച്ചു. ആ ഇന്ദ്രിയത്തുള്ളി അലഖതൻ, പിന്നീട് പറ്റിച്ചേർന്ന് ഒരു അട്ടയെ പോലെ തൂങ്ങി നിൽക്കുന്ന ഒരു സാധനമായി മാറി. പിന്നീട് അത് മുളകയായി മാംസകഷ്ണം, ഇതുപോലെ കടിച്ച് ചവച്ച് തുപ്പിയ പല്ലിന്റെ അടയാളങ്ങളുള്ള ഒരു മാംസകഷ്ണം പോലെയാക്കി മാറ്റി. പിന്നീട് ആ മാംസകഷ്ണത്തെ ഇളാമാക്കി, അഥവാ അസ്ഥിയാക്കി മാറ്റി, അസ്ഥി കൊണ്ട് പൊതിഞ്ഞു, അസ്ഥിയാക്കി. ആ അസ്ഥിയെ പിന്നെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് ഒരു സൃഷ്ടിയായി, മറ്റൊരു സൃഷ്ടിയായി അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇത്രയും ഭംഗിയായി സൃഷ്ടിച്ച അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നാണ്. സഹോദരങ്ങൾ, ഒന്ന് നെഞ്ചത്ത് കൈവച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ ഇന്ന് സമുദായത്തിൽപ്പെട്ട കുട്ടികളോട് കൂടിയാണ് ഇത് പറയുന്നത്. ആയത്തോതുമ്പോ, സ്വർഗം പറയുമ്പോ, നരകം പറയുമ്പോ, പരലോകം പറയുമ്പോ ചിരിക്കുന്ന ആളുകളായി പുതിയ തലമുറ മാറിയിട്ടുണ്ട്. അതൊന്നും ഉണ്ടാവില്ല, അത് വെറുതെ പറയണം. അവരോടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നമ്മുടെ സൃഷ്ടിപ്പിനെ പറ്റി ഇന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ആ രംഗങ്ങൾ എങ്ങനെ സഹോദരങ്ങളെ പ്രവാചകന് പറയാൻ കഴിഞ്ഞത്? ഒറ്റ ഉത്തരവുള്ളൂ, നമ്മളെ സൃഷ്ടിച്ച പടച്ചോന്റെ വാചകമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഇത് തെറ്റാതെ അതുപോലെ പ്രയോഗിക്കാൻ കഴിയുന്നത്. അപ്പൊ ഒരു പരിഹാരം ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്താണെന്നറിയോ? മനുഷ്യന്മാര് കേട് വന്നാൽ നന്നാക്കാൻ മനുഷ്യന്റെ സ്രഷ്ടാവ് അയച്ച ആ വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങലാണ് അതിന് പരിഹാരം. വേറെ പരിഹാരം ഒന്നിനില്ല. എന്താണ് ആ വേദഗ്രന്ഥത്തിന് പരിഹാരമായി നിർദ്ദേശിക്കുവാനുള്ളത്? മനുഷ്യർ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പരിഹാരം എന്താണ്? അതിലൊന്നാമത്തെ പരിഹാരം എന്താണെന്നോ, അത് ഞാൻ പറയുമ്പോഴും യുക്തിവാദികളായ, നിരീശ്വരവാദികളായ ആളുകൾക്ക് ഒരു അംഗീകരിക്കാവുന്ന ഒരു തത്വം ഞാൻ ആദ്യം പറയാം. അതെന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ സമൂഹം അച്ചടക്കമുള്ളവരാകാൻ വേണ്ടി അവസാനം കണ്ടെത്തിയ മാർഗം എന്താ? CCTV ക്യാമറ. വേറെന്താ? ഏത് കടയിലും സൂപ്പർ മാർക്കറ്റിലും കയറി ചെല്ലുമ്പോൾ നിങ്ങൾ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. കൂടുണ്ടാവും. ഷോപ്പ് തുടങ്ങിയ ആളുകൾ ഉണ്ടാവും. ഒന്നിലധികം ഷോപ്പ് ഉണ്ടാവുമ്പോൾ മുതലാളി ആകുമ്പോൾ എപ്പോഴും ഷോപ്പിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ കാര്യം ഭംഗിയായി നടക്കണം. എന്ത് ചെയ്യും? ക്യാമറ വെക്കും, ഒരു ഫോണൊക്കെ കണക്ട് ചെയ്യും, അത് നോക്കിയിട്ടുള്ളൂ. വെറുതെ മാർഗം. ഇപ്പൊ നമ്മളെ AI ക്യാമറന്റെ കാലമാണ്. കേരളത്തിൽ വലിയ വിവാദത്തോടു കൂടി വന്ന AI ക്യാമറ. എന്തിനാ ക്യാമറ? റോഡ് അപകടങ്ങൾ പെരുകി, അപ്പൊ അത് കുറക്കാൻ ക്യാമറ വെക്കുന്നു. ആരാ ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഇടാത്ത? ഇപ്പോ ഡ്രൈവർ മാത്രല്ല, ഡ്രൈവർ കയറിയ തൊട്ടടുത്ത ആളോട് ഇടാൻ പറയും. കാരണം എന്താ? ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുടുങ്ങും. കുടുങ്ങിയ നിഷേധിക്കാൻ പോലും പറ്റൂല. ഫോട്ടോ ഒന്നിച്ച് വരിക ഫോണൊക്കെ. ആരാണ് ഇടാത്തതെന്ന് കൂടി ശരിക്കും മനസ്സിലാവും. ഇത് നമ്മളെ കൺമുമ്പിൽ കാണുന്നില്ലേ? അതായത് മനുഷ്യനെ അച്ചടക്കമുള്ളവനാക്കാൻ ഇതൊരു നിരീക്ഷണമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലാണ് പരിഹാരം എന്ന് എല്ലാ നിരീശ്വരവാദികളും അംഗീകരിക്കുന്ന ഒരു പൊതു തത്വമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പൊതു തത്വമാണ്. പക്ഷെ CCTV ക്യാമറയ്ക്കുള്ളൊരു പരിമിതി എന്താണെന്നറിയോ? അത് വെക്കുമ്പോൾ കമ്പനി തന്നെ കുറെ തട്ടിപ്പോണം. ഒരു സ്ഥാപനത്തിൽ ഒരു 10 ക്യാമറ വെക്കണമെങ്കിൽ 3 പ്രവർത്തിക്കുള്ളൂ, ബാക്കി ഡെമോ ചെയ്യും. ഏതാ അതിൽ ഡെമോ എന്ന് മനസ്സിലാവില്ല. അതിനുള്ളൂ. പിന്നെ ചിലത് പ്രവർത്തിച്ചാൽ തന്നെ ആദ്യത്തെ 2 മാസം ഉണ്ടാവും, പിന്നെ ഉണ്ടാവും. ചിലതിന് അതിന് കറണ്ടും സംവിധാനം അല്ലെങ്കിൽ നടക്കൂല. അങ്ങനെ കുറെ പരിമിതികളുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഒരു പരിമിതിയുമില്ലാതെ സദാസമയവും ആകാശത്താണെങ്കിലും കടലിലാണെങ്കിലും പട്ടണത്തിലാണെങ്കിലും ഗ്രാമത്തിലാണെങ്കിലും സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും കുടിലാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും നമ്മളെ സദാസമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട്, ഒരു ലോകത്തിന് ഒരു രക്ഷിതാവുണ്ട്, ഒരു അള്ളാഹുണ്ട് എന്ന ബോധം മനുഷ്യന്മാർക്ക് കൊടുക്കലാണ് മനുഷ്യനെ നന്നാക്കാൻ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട വാക്കാണ്. മുസ്ലിങ്ങളെ എന്നല്ല, ക്രിസ്ത്യാനികളെ എന്നല്ല, ഹൈന്ദവ സമൂഹമേ എന്നല്ല, പണക്കാരെ എന്നല്ല, പാവപ്പെട്ടവരെ എന്നല്ല, അമേരിക്കക്കാരെ എന്നല്ല, ഇന്ത്യക്കാരെ എന്നല്ല, അന്നാസ്
മനുഷ്യരെ എന്നാണ് വിശുദ്ധ ഖുർആൻ വിളിക്കുന്നത്. ആരാണ് ഇതിൽപ്പെടാത്തത്? മനുഷ്യരായി ഈ ഭൂമുഖത്ത് പിറന്നു വീണ മുഴുവൻ ആളുകളെയും, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും പണമുള്ളവനെയും പണമില്ലാത്തവരെയും എല്ലാ രാജ്യക്കാരെയും ഒന്നിച്ച് അഭിസംബോധന ചെയ്യുന്ന വാക്കാണ് അന്നാസ്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം. ആർക്കർപ്പിക്കണം? നിങ്ങൾ നിങ്ങൾ മുസ്ലിങ്ങളുടെ ദൈവത്തെ ആരാധിക്കണം എന്നാണോ? ഹിന്ദുക്കളുടെ ദൈവത്തെ ആരാധിക്കണം എന്നാണോ? ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ആരാധിക്കണം എന്നാണോ? ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ദൈവത്തെ ആരാധിക്കണം എന്നാണോ? അല്ല. നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ അച്ഛനെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുത്തച്ഛനെ ആരാണോ സൃഷ്ടിച്ചത്, ഈ സൂര്യനെ സൃഷ്ടിച്ചതാരാണോ, ചന്ദ്രനെ സൃഷ്ടിച്ചതാരാണോ, ഈ കടലിനെ സൃഷ്ടിച്ചതാരാണോ, അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചതാരാണോ, ആ സ്രഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. ഇത് വർഗീയതയില്ലാത്ത വിശ്വാസമാണ്, ഇത് വിഭാഗീയതയില്ലാത്ത വിശ്വാസമാണ്. ഞാനിവിടെ നിന്നിട്ട് പറയണത്, ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഒരു ദൈവമുണ്ട്, പ്രത്യേക ദൈവം, അതിനെയാണ് നിങ്ങളൊക്കെ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വേറുള്ള മതവിശ്വാസികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇസ്ലാം പറയുന്നത് അതല്ല. ഏ മനുഷ്യരെ, നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുമ്പുള്ളവരെ ആരാണോ സൃഷ്ടിച്ചത്, ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കൂ, അവരെ നിങ്ങൾ കീഴ്വഴങ്ങൂ. എന്നാൽ എന്ത് സംഭവിക്കും? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറും. നിങ്ങൾ ഒരിക്കലും ലഹരി ഉപയോഗിക്കുകയില്ല, നിങ്ങൾ ഒരിക്കലും പലിശക്കെടിയിൽ അകപ്പെടുകയില്ല, നിങ്ങൾ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് നടതള്ളുകയില്ല, നിങ്ങൾ ഒരിക്കലും തീവ്രവാദിയാവുകയില്ല, നിങ്ങൾ ഒരിക്കലും ഭീകരവാദിയാവുകയില്ല, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ പീഡിപ്പിക്കുകയില്ല, നിങ്ങൾ ഒരിക്കലും വ്യഭിചരിക്കുകയില്ല, നിങ്ങൾ ഒരിക്കലും അഴിമതി നടത്തുകയില്ല, നിങ്ങൾ ഒരിക്കലും സ്വജനപക്ഷപാതിത്വം നടത്തുകയില്ല. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കും. കാരണം എന്താ? എന്നെ സദാസമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട്. എന്റെ വിദ്യാർത്ഥികൾ എന്നെ കണ്ടില്ലെങ്കിലും എന്റെ നാഥൻ എന്നെ കാണുന്നുണ്ട് എന്ന ബോധം ഒരു അധ്യാപകനുണ്ടാകും. എന്റെ ഭാര്യ എന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും എന്നെ സദാസമയവും ശ്രദ്ധിക്കുന്ന ഒരു നാഥനുണ്ടെന്ന ബോധം ഭർത്താവിനുണ്ടാകും. എന്റെ മക്കൾ എന്നെ കാണുന്നില്ല എങ്കിലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ടെന്ന ബോധം കുടുംബനാഥനുണ്ടാകും. എന്റെ പിതാവ് എന്നെ അറിയുന്നില്ല എങ്കിലും, ഞാൻ ഏത് ഹോസ്റ്റലുകളിലാണ് എങ്കിലും എന്നെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബുൽ ആലമീൻ ഉണ്ടെന്ന ബോധം നമ്മുടെ മക്കൾക്കുണ്ടായാൽ അവർ ഭൂമിയുടെ ഏത് മേഖലയിൽ ജീവിക്കുന്നവരാണെങ്കിലും അവർ തെറ്റുകുറ്റങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ല. ഇതാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറുമെന്നാണ്. സഹോദരങ്ങളെ, ഈ ഒരു ബോധത്തിലേക്ക് നമുക്ക് വരാൻ കഴിയണം. ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ, ഹൃദയാന്തരങ്ങളിലുള്ളത് അല്ലാഹുവിന് അറിയാൻ കഴിയും. വല്ലാഹു യഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ, നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെല്ലാം അല്ലാഹു അറിയുക തന്നെ ചെയ്യും എന്നാണ്. അപ്പൊ രണ്ടാമത്തെ വിഷയം ഇതാണ്. വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നു. ആ ഖുർആൻ മനുഷ്യരോട് പറയുന്നത്, മനുഷ്യരെ നിങ്ങൾ നന്നാകാൻ ഏകനായ ആ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, അവന് മാത്രം ഇബാദത്ത് എടുക്കണം, അവൻ സദാസമയം കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം വേണം. എന്നാ മനുഷ്യരെ നിങ്ങൾ നന്നാകും. അതാണ് നിന്റെ പരിഹാരം. പിന്നെ ഖുർആൻ മുന്നോട്ട് വെച്ചൊരു പരിഹാരമാർഗം എന്താണെന്നറിയോ? ഇവിടെ ഒക്കെ നമ്മൾ രക്ഷപ്പെട്ടാലും നമ്മൾ പിടിക്കപ്പെടുന്ന ഒരു നാള് വരാനുണ്ട്, വിധി എന്ന് പറയുന്ന ഒരു നാള് വരാനുണ്ട് എന്ന ബോധം. ഇതന്നെയല്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മെക്കാനിസം അല്ലേ? നിയമങ്ങൾ മുന്നിൽ വെച്ചിട്ടല്ലേ മനുഷ്യന്മാരോട് നീതി പാലിക്കാൻ വേണ്ടി പറയുന്നത്? ഇന്ന തെറ്റ് ചെയ്താൽ ഇന്ന കുറ്റുണ്ട് അല്ലെ? നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇവിടെയുള്ള ഏത് നിയമവും കാര്യങ്ങളും ആളുകൾക്ക് വയലേറ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും പറയാറുണ്ട് അത് എട്ടുകാലി വലയെ പോലെയാണെന്ന് പറയാറുണ്ട്. അത് എട്ടുകാലി വലയുടെ പ്രത്യേകത എന്നറിയോ? ചെറിയ പ്രാണികൾ വന്നാൽ ആ വലയിൽ കുടുങ്ങി അതങ്ങ് മരിക്കും, എട്ടുകാലി വന്ന് തിന്നും. എന്നാൽ ഒരു വണ്ട് വന്നാലോ വലയും പൊളിച്ച് അവിടെ പോകും ചെയ്യും. ഇതേപോലെയാണെന്ത്, വളരെ ദുർബലന്മാരായ ആളുകൾ കേസ് വാദിക്കാൻ വക്കീലും പൈസയും കാര്യമൊന്നും ഇല്ലാത്തവനൊക്കെ ചെയ്യാത്ത കുറ്റത്തിന് പോലും പലപ്പോഴും ശിക്ഷിക്കപ്പെടും. എന്നാൽ നല്ല സ്വാധീനവും പണവും സംവിധാനവും ഏതാളെയും വിലക്കെടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലോ ആയിരക്കണക്കിന് ആളുകളെ പരസ്യമായി നിറയൊഴിച്ച് കൊന്നവരാണെങ്കിലും
അവൻ പുഷ്പം പോലെ ഇറങ്ങി നടക്കുന്നതും പിന്നീട് മത്സരിക്കുന്നതും ജയിച്ചുകൊണ്ട് പാർലമെന്റ് അകത്തേക്ക് തിരിച്ചു വരുന്നതും നമ്മുടെ കണ്ണിന്റെ മുമ്പിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംഝോത എക്സ്പ്രസിന്റെയും മാലേഗാവ് സ്ഫോടനത്തിന്റെയും മെക്ക മസ്ജിദിന്റെയും ഒക്കെ സ്ഫോടനങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷണങ്ങൾ കടന്നു ചെന്നപ്പോ ആരിനേക്കാണ് എത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആ കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ടവരെ നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ന് അവരുള്ളത് നമ്മുടെ പാർലമെന്റിന്റെ ഉള്ളിലാണ്. ഇതാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. എന്നാൽ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. അവർ പ്രവർത്തിച്ചതിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം ഈ ലോകത്ത് വെച്ചല്ല കിട്ടുക. അതെവിടെ വെച്ചാണ്? യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിലാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഫമൻ സുഹ്സിയ അനിൻ നാർ. ആ ഖിയാമത്ത് നാളിൽ നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തവനാരോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് വഞ്ചനയുടെ ഒരു വിഭവം മാത്രമാകുന്നു എന്നാണ്. എന്താ പറഞ്ഞതിന്റെ ചുരുക്കം? ഈ ലോകത്ത് നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും കൃത്യമായ പ്രതിഫലം നൽകാൻ സംവിധാനം ഇല്ല. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒരു വീട്, തൊട്ടടുത്ത അയൽവാസിയുടെ വീട് പെട്ടെന്ന് രാത്രി കത്തി തീ പിടിച്ചു. നമ്മൾ അതിൻ്റെ കരച്ചിൽ കേട്ട്, ശബ്ദം കേട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഡോറ് തുറന്ന് ഓടിച്ചു. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് തീ ഇങ്ങനെ കത്തി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കുട്ടികൾ കിടന്ന് കരയുന്നുണ്ട്, ആളുകൾ ഓടുന്നുണ്ട്. ആ വീടിൻ്റെ ഉള്ളിൽ കുറേ ആളുകളുണ്ട്. നമ്മൾ അതൊന്നും നോക്കാതെ അയൽവാസിയോടും ഉള്ള സ്നേഹം കൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞു കയറി. അതിനുള്ള ആളുകൾ ഈ കുട്ടികളെയൊക്കെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ആ വീട്ടിലുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. പക്ഷെ അവസാനം ഈ രക്ഷപ്പെടുത്തിയ വ്യക്തി തിരിച്ചു പോരാൻ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് തീ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വന്ന് അദ്ദേഹത്തെ കടന്നു പിടിച്ച് അദ്ദേഹം അതിൽ പെട്ടുകൊണ്ട് കത്തിക്കരിഞ്ഞു പോകും. ഒരു നിമിഷങ്ങളൊന്ന് ആലോചിക്കും. ആ മനുഷ്യൻ ചെയ്ത പുണ്യത്രേ. ആ വീട്ടിൽ കത്തിക്കരിയുന്ന മനുഷ്യന്മാരെ മുഴുവൻ, കത്തിക്കരിയാൻ സാധ്യതയുള്ള മുഴുവൻ മനുഷ്യന്മാരെയും പിഞ്ചോമന പൈതലുകളെയും തന്റെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടുത്തിയ ശേഷം അദ്ദേഹം അത് ആ അഗ്നിക്കിരയാകുന്നു. അദ്ദേഹത്തിന് അതിന് പ്രതിഫലം കൊടുക്കാൻ ഈ രാജ്യത്ത് എന്ത് സംവിധാനമുണ്ട്? നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം പത്രങ്ങളിലൂടെ അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കും. അദ്ദേഹത്തിന് വീരചക്രം പ്രഖ്യാപിക്കും, ബഹുമതികൾ പ്രഖ്യാപിക്കും. പക്ഷെ ഈ മനുഷ്യൻ അത് കാണുന്നുണ്ടോ? അയാൾക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരാൾക്ക് എന്തെങ്കിലും റിവാർഡ് കിട്ടുന്നുണ്ട് എങ്കിൽ അത് അയാൾക്ക് അനുഭവിക്കാൻ കഴിയണം. അപ്പോഴല്ലേ അയാൾക്ക് റിവാർഡ് ആകുന്നുള്ളൂ. അയാളെ കുടുംബങ്ങൾ നാട്ടുകാർ വന്നിട്ട് എന്താ കാര്യം? എന്താണ് ഉത്തരം? ഇവിടെയാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾ എന്തു പ്രവർത്തിച്ചുമോ അതിനുള്ള പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത് മരണാനന്തരമുള്ള ജീവിതത്തിലാണ്. ഈ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ രണ്ടാമതിൽ എഴുന്നേറ്റ് വരും. നാളെ പരലോകമുണ്ടാകും. അവിടെ വെച്ച് ഇവനതിന്റെ പേരിൽ സ്വർഗം കിട്ടും. അൽഹംദുലില്ലാഹ്. അതാണ് വിശ്വാസികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമല്ല. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ അടുത്ത് 3 കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ഒരു സഹോദരിമാർ 2 പേര് വെള്ളത്തിൽ മുങ്ങി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി 3ാമത്തെ ആൾ ഇറങ്ങിയത്. ഒന്നാലോചിച്ചു. അങ്ങനെ രക്ഷപ്പെടുത്തിയ ശേഷം ആ രക്ഷപ്പെടുത്തിയ ആളുകൾ മരിച്ച സംഭവങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. ഇവർക്കൊക്കെ ആരാ കൂലി കൊടുക്കുക? ഇവിടെയാണ് നാളെ പരലോകമുണ്ട് എന്നതിൻ്റെ ആ ഒരു യുക്തിബോധം നമ്മളിൽ ഉണ്ടാകേണ്ടത്. അതുപോലെ തിന്മ, തെറ്റ്, കുറ്റം അത് ചെയ്ത മനുഷ്യന്മാർക്ക് തക്ക ശിക്ഷ കൊടുക്കാൻ എന്ത് സംവിധാനമാണുള്ളത്? 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങൾക്ക് നമ്മൾ സാക്ഷികളായതാണ്. ഹിരോഷിമയും നാഗസാക്കിയും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷികൾക്ക് തീപിടിക്കുന്നു, ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പരുന്തുകൾക്ക് തീപിടിക്കുന്നു. അത്രമാത്രം ഭീകരമായ സ്ഫോടനമാണ് അവിടെ ഉണ്ടായത്. ആളുകൾ തീപ്പന്തങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവിടെ കൊന്നൊടുക്കിയത്.
ആ ബോംബിട്ട ഒരു മനുഷ്യനില്ലേ, അയാളെ നമ്മളെ കൺമുമ്പിൽ കിട്ടിയെന്ന് കരുതി അയാളെ എത്ര നമുക്ക് ശിക്ഷിക്കാൻ പറ്റും? അയാൾ ചെയ്ത കുറ്റത്തിന് കൃത്യമായ ഒരു ശിക്ഷ കൊടുക്കാൻ എന്ത് സംവിധാനമുള്ളത്? എത്ര കലാപങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി, അധികാര സ്വാധീനം കൊണ്ട് രക്ഷപ്പെട്ടവർ എത്രയുണ്ടായി, ലൈംഗികമായ പീഡിപ്പിച്ച് ക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്ത എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി ഇല്ലേ? ഈ പറഞ്ഞ ആലുവയിലടക്കം കണ്ട സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിലുള്ളതാണ്. അതൊക്കെ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ വന്നിട്ട് പറയും, ഇസ്ലാമിക രാജ്യങ്ങളിൽ കൊടുക്കുന്ന ശിക്ഷ ഇവർക്ക് കൊടുക്കണം, പറയിപ്പിക്കാൻ മനുഷ്യന്മാരെ കൊണ്ട്. കാരണം അത്രമാത്രം വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകൾ. സഹോദരങ്ങളെ, ഇവരെയൊക്കെ എത്ര 1,00,000 ആളുകളെ കൊന്നവനാണെങ്കിൽ 1,00,000 പ്രാവശ്യം ജീവൻ കൊടുത്ത് അവരെങ്ങനെ മരിച്ചോ അതേപോലെ ഇവനെ കൊന്നൊടുക്കുന്ന, അത് മറ്റുള്ളവർക്ക് കണ്ടാസ്വദിക്കാൻ കഴിയുന്ന ഒരു നരകമുണ്ട്. വഇദൽ ജഹീമു സുഇറത് വഇദൽ ജന്നതു ഉസിലഫത് അലിമത് നഫ്സും മാ അഹ്ളറത്. നാളെ പരലോകത്ത് വരാനിരിക്കുന്നതാണ്. സ്വർഗവും നരകവും അടുപ്പിച്ചു കൊണ്ടുവരും. സഹോദരങ്ങളെ, അതാണ് പരലോകം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും ഒരുപോലെ സുഖം അനുഭവിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കണ്ണില്ലാത്തവർ, കാതില്ലാത്തവർ. ഈ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പാലത്തിന് ചുവട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ കുട്ടികളൊക്കെ ഒരു ജനലിന്റെ അടുത്ത് പോലും നമ്മൾ കടത്തില്ല. ജനല് തുറന്നു വെച്ച് കടത്തൂല. കാരണം എന്താ? കുട്ടിക്ക് ജലദോഷം പിടിക്കും, പനി പിടിക്കും, അല്ലേ? ആകെ പ്രയാസം. എത്ര സൂക്ഷിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക? എന്നാൽ പാലത്തിന്റെ ചുവട്ടിൽ അതേ പ്രായത്തിലുള്ള കുട്ടികളെ മുഷിഞ്ഞ തന്റെ സാരി പുതപ്പിച്ചുകൊണ്ട് മാറോട് ചേർത്ത് കിടന്നുറങ്ങുന്ന എത്ര അമ്മമാരെ നമ്മൾ കാണുന്നുണ്ട്. ഇവർക്കും വേണ്ട ഒരു ജീവിതം എവിടെയുള്ളത്? സഹോദരങ്ങൾ, ഇവിടെ എല്ലാവരും ഒരേപോലെയാണ്. നമ്മളെ മനസ്സിനെ പറയണില്ലേ, ഒരുപാട് ആൾക്കാർ രോഗം, കഷ്ടപ്പാട്, ക്യാൻസർ ബാധിച്ച് ഡയാലിസിസ് ചെയ്ത് നരകയാതന അനുഭവിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. ഇവർക്ക് എവിടെയാണ് ജീവിതം? നമ്മളെ മനസ്സ് പറയുന്നു. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? ഇവിടെ ഒരു വിശ്വാസിക്ക് തലവേദന ഉണ്ടായാൽ പോലും അതിനവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. കാലൊന്ന് വെച്ചു കുത്തിയാൽ ആ വേദനക്ക് പോലും കൂലിയുണ്ട്. ഇതിന്റെ ഒക്കെ നാളെ പ്രതിഫലം പരലോകത്ത് കിട്ടും. ഈ വിശ്വാസമുള്ള ഒരാൾക്ക് എന്തൊരു ഐശ്വര്യം. രോഗം വന്നാൽ പോലും അവന് ഒരു പ്രശ്നം ഉണ്ടാവും. മനസ്സിന് വല്ലാത്ത സമാധാനം ഉണ്ടാകും. കാരണം എന്റെ വല്ല അസുഖം ഉണ്ടെങ്കിൽ, എന്റെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് പുറത്ത് വിശുദ്ധനായ ഒരു മനുഷ്യനായി എന്നെ കൊണ്ടുപോകാൻ അള്ളാഹു തന്നതായിരിക്കാം ഈ രോഗം എന്ന് വിചാരിച്ചവൻ ക്ഷമിക്കും. രോഗമില്ലാത്ത ഒരു നാളേക്ക്, കഷ്ടപ്പാടുകളില്ലാത്ത സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോ ഈ ലോകത്തുള്ള ഒരു പ്രശ്നവും അവനൊരു പ്രശ്നമായി വരില്ല സുഹൃത്തുക്കളെ. ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ നമ്മൾ അവസാനിക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും മരിക്കും. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഹിറ്റ്ലർ മരിക്കില്ല എന്ന് അവകാശപ്പെട്ടയാളായിരുന്നു. പക്ഷെ സ്വന്തം റിവോൾവർ വായിലേക്ക് വെച്ച് വെടിവെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ എത്ര സ്വച്ഛാധിപതികൾ, അവരെല്ലാം മരണപ്പെട്ടു പോയില്ലേ? അതുപോലെ നമ്മൾ ഓരോരുത്തരും മരിക്കുന്നു. മാത്രമല്ല, ഈ ഭൂമി അവസാനിക്കും. സംശയങ്ങളോ? ഭൂമി അവസാനിക്കും. വിശുദ്ധ ഖുർആൻ ആ കാര്യം കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് ഭൂമി അവസാനിക്കുക എന്നുള്ള രൂപം പറയുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഇദശംസു കുവ്വിറത്. സൂര്യൻ ചുറ്റി പൊതിയപ്പെടുമ്പോൾ, അതായത് സൂര്യൻ ഇങ്ങനെ വലുതാവുത്രേ, എന്നിട്ട് ഈ ഭൂമി അതിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കും. അങ്ങനെ ചുറ്റി പൊതിയപ്പെടും. വഇദൻ നുജൂമുൻ കദറത്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും. വഇദൽ ജിബാലു സുയ്യിറത്. പർവ്വതങ്ങൾ നടത്തപ്പെടും. വഇദൽ ഇശാറു ഉത്തിലത്. പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ വെറുതെ ഒഴിച്ചു വിടുകയും ചെയ്യപ്പെടുമ്പോൾ, വഇദൽ വുഹൂശു ഹുശറത്. കാട്ടുജന്തുക്കൾ ഇതൊക്കെ കണ്ടു പേടിച്ച് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമ്പോ, വഇദൽ ബിഹാറു സുജ്ജിറത്. സമുദ്രങ്ങൾ തിളച്ചു മറിയപ്പെടുകയും ചെയ്യുമ്പോ, വഇദൻ നുഫൂസു സുവ്വിജത്. ആത്മാക്കൾ കൂട്ടിയിണക്കപ്പെടുകയും ചെയ്യുമ്പോ, വഇദൽ മൗഊദതു സുഇലത്. ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട ശിശു ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോ, ബിഅയ്യി ദംബിൻ ഖുതിലത്. ഏതൊരു കുറ്റത്തിനാണ് അത് കൊല്ലപ്പെട്ടത് എന്ന്. വഇദസ് സുഹ്ഫു നുശിറത്. ഏടുകൾ വിരുദ്ധപ്പെടുകയും ചെയ്യുമ്പോൾ, വഇദസ് സമാഉ കുശിതത്. ആകാശം മറനീക്കപ്പെടുകയും ചെയ്യുമ്പോൾ, വഇദൽ ജഹീമു സുഇറത്. ജ്വലിക്കുന്ന ആ നരകം ആളി കത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, വഇദൽ ജന്നതു ഉസിലിഫത്. സ്വർഗം അടുത്തടുത്ത് കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ, അലിമത് നഫ്സും മാ അഹ്ളറത്. ഓരോ മനുഷ്യനും
ഈ സ്വർഗത്ത് പോകാനും നരകത്ത് നിന്ന് രക്ഷപ്പെടാനും എൻ്റെ അടുത്ത് എന്താ ഉള്ളത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു രംഗം വരാനുണ്ട്. അത് നിരീശ്വരവാദിയും ചിന്തിക്കേണ്ടി വരും, അത് യുക്തിവാദിയും ആലോചിക്കേണ്ടി വരും. സംശയിക്കൊന്നും വേണ്ട. ഇത് പറഞ്ഞപ്പോൾ ഈ ആയത്ത് വിശദീകരിക്കാൻ തുടങ്ങിയ കാലം മുതൽ കളിയാക്കാൻ തുടങ്ങിയതാണ്. സൂര്യൻ അങ്ങനെ വലുതായി, പിന്നെ ഭൂമിൻ്റെ അടുത്തേക്ക് എത്തി, ഇവിടെ ഭൂമിനെ അത് പൊതിഞ്ഞ് അങ്ങനെ ലോകമൊക്കെ നശിക്കുക എന്നുള്ളതൊന്നും നടക്കാൻ പോണ കാര്യമല്ല എന്ന് പലരും പരാമർശിച്ചിരുന്നു. എന്നാൽ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച് അത് വിജയം കണ്ട ഘട്ടത്തിൽ ISROയുടെ ചെയർമാൻ ബഹുമാനായ സോമനാഥുമായി ഒരു മലയാളം മീഡിയ ചാനൽ ഒരു അഭിമുഖം നടത്തിയത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തോട് ആ മാധ്യമ പ്രവർത്തകൻ അല്പം തമാശയോടുകൂടി തന്നെയാണ് ചോദിക്കുന്നത്, എന്ത് മതങ്ങളെല്ലാം ഭൂമി അവസാനിക്കുമെന്ന് പറയാറുണ്ടല്ലോ, ഒരു സയന്റിസ്റ്റ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അടിപറയണേ. അദ്ദേഹം ചോദ്യം എന്താ? മതങ്ങളൊക്കെ പറയലുണ്ട് എന്ത് ഭൂമിയൊക്കെ അവസാനിക്കും, ഇതിന് പരലോകമൊക്കെ ഉണ്ട്. ഒരു സയന്റിസ്റ്റ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ചോദ്യം തീരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുകളായിട്ട് ഞാൻ വായിക്കണത്, അത് അങ്ങനെ എഴുതി വെച്ചിരിക്കണം, തെറ്റണ്ടെന്ന് വിചാരിച്ചിട്ട്. തീർച്ചയായും ഭൂമി അവസാനിക്കും, സൂര്യൻ അവസാനിക്കും എന്നതിൽ സംശയിക്കണ്ട. സൂര്യൻ 15 ബില്യൺ വർഷമാണ് സൂര്യന്റെ ആയുസ്. ഇനിയും 4 ബില്യൺ വർഷത്തേക്ക് അത് നിലനിൽക്കും. 4 ബില്യൺ വർഷങ്ങൾ നീണ്ടതാണെങ്കിലും ഭൂമി അതിനു മുമ്പ് അപ്രത്യക്ഷമാകും. ഇന്ധനം പൂർണ്ണമായി കത്തുന്നതോടെ സൂര്യന്റെ വലുപ്പം കൂടും. അത് കൂടുകയും ഭൂമിയുടെ ഭ്രമണപഥത്തോളം വലുതാവുകയും ചെയ്യും. അതിനപ്പുറവും അത് പോകും. അങ്ങനെ ഭൂമി സൂര്യന്റെ ഉള്ളിലാകും. ആ സമയത്ത് ഭൂമിയും മറ്റ് ഉപഗ്രഹങ്ങളും അപ്രത്യക്ഷമാകും. ഇനി നിങ്ങൾ നേരത്തെ ഓതി ആയത്തൊന്നുകൂടി കേൾക്കുക. സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുമ്പോൾ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്യുമ്പോൾ. സഹോദരങ്ങൾ, ഒരു തീരുമാനം എടുത്തോളൂ. ലിബറലിസത്തിന്റെ തോളിൽ കൈയിട്ട് മതനിരാസത്തിലേക്ക് ഓടി ഒളിക്കുന്ന സമുദായത്തിന്റെ മക്കളോടാണ് ഞാൻ പറയുന്നത്, ഈ ഭൂമി അവസാനിക്കും. ഈ ഭൂമി അവസാനിക്കും, നമ്മളും അവസാനിക്കും. എന്നാൽ മറ്റൊന്നുകൂടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. നിങ്ങളെല്ലാവരും ഇതിനു ശേഷം മരണപ്പെടും. അങ്ങനെ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ എടത്തനാട്ടുകരയിൽ നിന്ന് പെരുമ്പാവൂരിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. തദ്കിറ എന്ന പേരിൽ ഒരു പ്രോഗ്രാമിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇന്ന് പെരുമ്പാവൂരിൽ ഒരു വലിയ മഹാസ്ഥാപനത്തിന് തറക്കല്ലിട്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെയുള്ള ഒരു പള്ളിക്ക് വേണ്ടി നമ്മൾ തറക്കല്ല് ഇടേണ്ടിയിരുന്നില്ല, പള്ളികൾ ഉണ്ടാക്കേണ്ടിയിരുന്നില്ല, സംഘടനകൾ ഉണ്ടാക്കേണ്ടിയിരുന്നില്ല, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടിയിരുന്നില്ല, സ്വർഗനരകങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടിയിരുന്നില്ല. എന്താ അതിനുശേഷം ഖുർആൻ പറഞ്ഞത്? മനുഷ്യരെ, നിങ്ങളെല്ലാവരും രണ്ടാമത് ഖിയാമത്ത് നാളിൽ എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. എന്താ സംശയമുണ്ടോ? സൂര്യൻ സ്വയം ജ്വലിക്കുന്ന ഗോളമാണെന്ന് പറഞ്ഞ ഖുർആൻ അത് തെറ്റിയിട്ടില്ല എങ്കിൽ അതേ ഖുർആനാണ് പറയുന്നത് മരിച്ചതിന് ശേഷം നിങ്ങൾ രണ്ടാമത് വരുമെന്ന്. ചന്ദ്രൻ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഖമറൻ മുനീറാണെന്ന് പറഞ്ഞ ആ പറഞ്ഞത് സത്യമായി പുലർന്നിട്ടുണ്ടെങ്കിൽ അതേ ഖുർആനാണ് പറയുന്നത് മരിച്ചതിന് ശേഷം നിങ്ങൾ രണ്ടാമത് ജീവിച്ചു വരുമെന്ന്. നിങ്ങളുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിങ്ങൾ ആദ്യം നുത്ഫയായിരുന്നു, പിന്നീട് അലക്കയായിരുന്നു, പിന്നീട് മുളകയായിരുന്നു എന്ന് പറഞ്ഞത് നമുക്ക് സത്യമായി പുലർന്നു കണ്ടിട്ടുണ്ട് എങ്കിൽ ആ ആയത്തിന്റെ ചുവട്ടിലാണ് പറഞ്ഞത് നിങ്ങൾ ഖിയാമത്ത് നാളിൽ രണ്ടാമത് വരുമെന്നത്. സൂര്യൻ ചുറ്റിപ്പൊതിയുമെന്നും നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമെന്നും സോമനാഥിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ ശരിവച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ ഓർമ്മിക്കുക, അതേ ഖുർആനാണ് പറയുന്നത് നിങ്ങൾ മരിച്ചതിന് ശേഷം രണ്ടാമത് വരുമെന്ന്. എന്താ സംശയിക്കണം? ഒന്നുമില്ലായ്മയിൽ നിന്നല്ലേ നമ്മൾ ഉണ്ടായത്. പിന്നെ എന്തെങ്കിലും ഉള്ളോടത്തുനിന്ന് ഉണ്ടാക്കാൻ വല്ല മാർഗം?
ഇന്ന് മനുഷ്യന്മാർക്ക് കഴിയും ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ഒക്കെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ നിന്ന് പേർത്തെടുക്കാനുള്ള യന്ത്രങ്ങൾ കണ്ടെത്താൻ മനുഷ്യന് കഴിയുന്നവർ. ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. എന്നെ പോലെ ഒരാള് മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ യന്ത്രം കൊണ്ട് ആലോചിച്ച് നോക്കി. പിന്നെ ഈ മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചോണി നമ്മളെ രണ്ടാമത് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്താ ഈ പറയുന്നത്? അതുകൊണ്ട് ഉറപ്പിച്ചോളൂ, ഇന്ന് ഈ തെതുക്കിറ കഴിഞ്ഞ് വീട്ടിൽ എത്തും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. എത്ര മരണങ്ങളാ സുഹൃത്തുക്കൾ നടക്കുന്നത്. ഞാനിപ്പോൾ അടുത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു സംഭവം, ഒരു അധ്യാപകന്റെ മരണം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഞാനത് ഫേസ്ബുക്കിൽ ഫോർവേഡ് ചെയ്തിരുന്നു. വളരെ ആവേശത്തോടു കൂടി ക്ലാസ് എടുക്കുന്ന ഒരു 40-45 വയസ്സായ ഒരു അധ്യാപകൻ, വളരെ ചിരിച്ച് കളിച്ച് കുട്ടികളോട് എൻഗേജ് ചെയ്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് അദ്ദേഹം ഒരു സീറ്റിൽ അങ്ങ് ഇരിക്കുന്നു. ഇരുന്ന് പൂർത്തിയായില്ല, അപ്പോഴേക്കും നിലത്തേക്ക് പോകുന്നു. എല്ലാവരും ഓടി വന്ന് പിടിച്ച് അവിടെ നിന്ന് എടുത്തപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അത്ര ഉള്ളു മനുഷ്യന്റെ കഥ എന്ന് പറയുന്നത്. ഇന്ന് സ്ട്രോക്ക് സർവ്വസാധാരണമായിരിക്കും അല്ലേ? എത്ര പെട്ടെന്നാണ് മനുഷ്യന്മാരുടെ ഭാഗം കുഴഞ്ഞു പോകുന്നത്. പിന്നെ ജീവച്ഛവമായി കിടക്കുന്ന മനുഷ്യന്മാർ. വണ്ടിയിലാണ് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ വണ്ടി തട്ടെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ലിബറലിസവും ഈ നിരീശ്വരവാദവും ഇതുപോലുള്ള സംഗതികളും തലയിൽ കയറ്റി നടക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് എല്ലാവരും പോരും. പിന്നെ നമ്മളെ പിരികയറ്റി ആ നിരീശ്വരവാദത്തിലേക്കും ലിബറലിസത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോയ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവില്ല. ലഹരിയിലേക്ക് തള്ളിക്കൊണ്ടുപോയവൻ നമ്മളെ കൂടെ ഉണ്ടാവില്ല. വ്യഭിചാരശാലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയവൻ നമ്മളെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവും. ഈ പറഞ്ഞതൊക്കെ നമ്മൾ നിഷേധിച്ചാൽ അതൊക്കെ നാളെ ഖബറിൽ കാണേണ്ടി വരും, നാളെ പരലോകത്ത് കാണേണ്ടി വരും. സംശയമൊന്നും വേണ്ട. പെൺമക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ആൺകുട്ടികളെ പോലെ വേഷം കെട്ടി ചുണ്ടും ചുവപ്പിച്ച് മറ്റുള്ളവരുടെ കണ്ണ് തങ്ങളിലേക്ക് ആകർഷിച്ച് ഈ ദുനിയാവന്നെയാണ് എല്ലാം എന്ന് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ സമുദായ മക്കളോട് പറയണം, മരിച്ചു പോകേണ്ടതാണ്, മരിച്ചു പോയ നാളെ പരലോകമുണ്ട്, അവിടെ അതിന് മറുപടി പറയേണ്ടി വരും എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തണം സഹോദരങ്ങളെ. ഈ ബോധമുണ്ടായാൽ എല്ലാ പ്രശ്നത്തിനും സഹോദരങ്ങളെ പരിഹാരം ഉണ്ടാവും. ഈ ബോധമുള്ള ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ അറിയോ? ആത്മഹത്യക്ക് നമ്മൾ പേരിട്ടത് എന്താ? ഫൈനൽ എക്സിറ്റ് എന്നാണ്. അഥവാ എല്ലാ പ്രശ്നത്തിനും അവസാനമുള്ള വഴിയാണിത്, മരിക്കുക. ഇവരെ ധാരണ എന്താ പറയുക? മരിച്ചാൽ എല്ലാ പ്രശ്നവും തീരുന്ന. പക്ഷെ ഈ പറഞ്ഞ വിശ്വാസമുള്ള, ഈ പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെ മരിക്കാൻ തോന്നുക? ഫസ്റ്റ് എൻട്രൻസ് ആണിത്. എല്ലാ ദുരന്തങ്ങളിലേക്കും പോകുന്ന ഫസ്റ്റ് എൻട്രൻസ് ആണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് തൽക്കാലം മരിച്ചാലും ഖബറിൽ രണ്ടാമത് വരും. ആത്മഹത്യ ചെയ്തവന്റെ വിധി എന്താ? ഇസ്ലാമികമായിട്ട് മലയിൽ നിന്ന് ഒരാൾ ചാടിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ നാളെ നരകത്തിൽ അവൻ മലയുടെ മുകളിൽ നിന്ന് തീയിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു. കത്തികൊണ്ട് വയറിന് കുത്തിക്കൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ നാളെ പരലോകത്ത് നരകത്തിൽ അവൻ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. വിഷം കഴിച്ചാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ നാളെ നരകാഗ്നിയിൽ അവൻ ആ വിഷം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അവിടെ മരിക്കാൻ കഴിയില്ല. അവിടെ ജീവിതവുമില്ല, മരണവുമില്ല. അവിടെ ജീവിക്കാൻ കഴിയില്ല, മരിക്കാനും കഴിയില്ല. അങ്ങനെ ഒരു ലോകാണ് സുഹൃത്തുക്കളെ നരകം എന്ന് പറയുന്നത്. ഇവിടുന്ന് തിരിച്ചിക്കോ, ആ നരകത്ത് പോകുന്ന കാര്യം ഓർത്തോ. എന്നാൽ ഈ കാണുന്ന എല്ലാ അസാൻമാർഗികതയിൽ നിന്നും അധാർമികതയിൽ നിന്നും തിരിച്ചു നടക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. ഈ ബോധമുള്ള ഒരാൾക്ക് ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല. അവന് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല, ചൂതാട്ടത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. കാരണം എന്താ? യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇന്നമൽ ഖംറു, മദ്യം, വൽ മൈസിറു, ചൂതാട്ടം, വൽ അൻസാബു, ബലിപീഠങ്ങള്, വൽ അസ്ലാമു, അമ്പുകോലുകള്, ഇതൊക്കെ എന്താ? റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള മ്ലേച്ഛമായ കാര്യങ്ങളാണ്. ഫജ്തനിബു, അതുകൊണ്ട് നിങ്ങൾ അത് വെടിയണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾ വിജയികളാകും എന്നാണ്. ഇന്നമാ യുരീദു ശൈത്താൻ, പിശാച് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അയ്യൂഖിയ ബൈനക്കും, നിങ്ങൾക്കിടയിൽ അൽ അദാവത, പകയും ശത്രുതയും, വൽ ബഅദാ, ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ്. ഏത്? ഫിൽ ഖംറി, മദ്യത്തിലൂടെ, വൽ മൈസിരി, ചൂതാട്ടത്തിലൂടെ, വയസുദ്ദുകും മൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യും. വഅനിസ്സലാ, നമസ്കാരത്തിൽ നിന്ന് തടയും. ഫഹൽ അൻതും മുൻതഹൂൻ, അതുകൊണ്ട് നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്ന്. എന്താണ് ഈ ആയത്തൊക്കെ വിശദീകരിച്ചണ്ടല്ലോ. ഇന്ന് നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഈ മദ്യമാണ് ഉമ്മുൽ ഖബായിസ് എന്ന് അതിനെ പറ്റി പറഞ്ഞു.
തിന്മയുടെ മാതാവാണ് മദ്യം. ഇത് നമ്മളെ കൺമുമ്പിലൂടെ കാണില്ലേ സഹോദരങ്ങൾ? ഇതൊക്കെ അപ്പൊ ഈ ഒരു ഖുർആനിലും ഈ പരലോകത്തിലും ബോധമുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ മദ്യം കഴിക്കും? ഒരിക്കലും കഴിയില്ല. അയാൾക്ക് കഴിക്കാൻ കഴിയില്ല. അയാൾ മനുഷ്യന്മാരെ കൊല്ലോ, സ്വന്തം മക്കളെ കൊല്ലോ, കഴുത്ത് ചരിച്ചു കൊല്ലോ, ഭ്രൂണഹത്യ നടത്തോ. നിങ്ങൾ വധിക്കരുത്, കൊല്ലരുത്. ഔലാദക്കും, നിങ്ങളുടെ മക്കളെ, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരിക്കലും കൊണ്ടുപോകരുത്. കാരണം ഞാനാണ് നിങ്ങൾക്കും വഇയ്യാക്കും, അവർക്കും ഞാനാണ് ഭക്ഷണം നൽകുന്നത്. ഇന്ന ഖത്ലഹും, നിശ്ചയമായും കൊലപാതകം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ കുറ്റമാണ്. സഹോദരങ്ങളെ, ഈ ആയത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെ സ്വന്തം കുഞ്ഞിനെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ കഴിയുക? ഈ കൊല്ലണിന് ന്യായം പറയുന്നത് എന്താ അറിയോ? ഞാൻ ആത്മഹത്യ ചെയ്ത എന്റെ കുട്ടികൾ വഴിയാധാരാവൂലേ, അവര് ദാരിദ്ര്യം പിടിച്ച് കിടക്കൂലേ, അപ്പൊ അവരെയും കൊന്നാണ് മരിക്കുക. ഇതല്ലേ കൂട്ടാത്മഹത്യ ഉണ്ടാകാൻ കാരണം? സഹോദരങ്ങളെ, ഈ വിശ്വാസമുള്ള ആത്മഹത്യ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന, പരലോകത്തിന് കുറ്റം ഏറ്റെടുക്കേണ്ടിയിരുന്നു വിചാരിക്കുന്ന, മക്കളെ കൊല്ലാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റുക? അയാൾക്ക് എങ്ങനെ കുട്ടികളെ കൊല്ലാൻ പറ്റുക? വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്. വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക് പോലും നിങ്ങൾ പ്രവേശിക്കരുത്, അത് മ്ലേച്ഛമാണ്, അത് മോശമാണ് എന്നാണ്. ഇത് വിശ്വസിക്കുന്ന, ഈ ആയത്ത് വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മറ്റൊരുത്തന്റെ ഭാര്യയെ അയാൾ അറിയാതെ ചാടിച്ചു കൊണ്ടുവരാൻ കഴിയുക? എങ്ങനെയാണ് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ വലയിലാക്കി ബലാത്സംഗത്തിന് വിധേയമാക്കാൻ കഴിയുക? തന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ ശേഷം കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ കഴിയുക? ഒരിക്കലും സാധ്യമാവുകയില്ല. കാരണമല്ല, വ്യഭിചരിച്ച വ്യക്തിക്ക് ഇസ്ലാമിക രാഷ്ട്രമുണ്ടെങ്കിൽ എന്താ കുറ്റം എന്നറിയും? 100 അടി പരസ്യമായി അടിക്കണമെന്നാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ വേറൊരുത്തനും ചെയ്തു. ആ വിവാഹിതനായ വ്യക്തിയാണ് വ്യഭിചരിച്ചതെങ്കിലോ പരസ്യമായി എറിഞ്ഞു കൊല്ലണമെന്നാണ്. നാളെ നരകത്തിലോ പരലോകത്തോ ഒരടുപ്പിലാണ് വ്യഭിചാരികളും വ്യഭിചാരിണികളും ഉണ്ടാവുക. ആ അടുപ്പിന്റെ പ്രത്യേകത എന്താ? അടിഭാഗം വിശാലമായിരിക്കും, ഉള്ളിൽ തീയായിരിക്കും, അതിന്റെ മുകൾ ഭാഗം കുടുസായിരിക്കും. രക്ഷപ്പെടാൻ വേണ്ടി മുകൾ ഭാഗത്തേക്ക് അവർ നീന്തി വരും, പക്ഷെ അവർക്ക് കഴിയില്ല, അവന്റെ താഴ്ഭാഗത്തേക്ക് തന്നെ അവർ പോകും. അവർ നഗ്നകളാണ്. അവരാരാണെന്ന് റസൂലുള്ളാഹി മലക്കുകളോട് ചോദിച്ചു. മലക്കുകൾ പറഞ്ഞു, അവർ വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ് എന്നാണ്. സഹോദരങ്ങളെ, പലിശ വാങ്ങാൻ കഴിയോ? അവർക്കൊരു തടാകമുണ്ട്, ഒരു ചുവന്ന തടാകത്തിൽ പലിശ വാങ്ങുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കും, ചുവന്ന തിളച്ച തടാകത്തിൽ എന്നാണ്. ഈ ശിക്ഷ മനസ്സിലുള്ള ഒരാൾ ഒരിക്കലും പലിശക്ക് പോവുകയില്ല. വീടുണ്ടാക്കാൻ ഇന്നെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 2 മക്കളെ ഉള്ളൂ, ചെറിയ സൗകര്യമുള്ള വീട് മതി. പക്ഷേ കോടികളുടെ ബഡ്ജറ്റ് ഇട്ടുകൊണ്ടാണ് വലിയ കൊട്ടാരങ്ങളാണ് ആളുകൾ പണിയുന്നത്. പണമുണ്ടോ? ഇല്ല. അത് നാട്ടുകാരുടെ പണം കൊണ്ട്, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പണം കൊണ്ട്, അല്ലെങ്കിൽ ആധാരം പോയ ബാങ്കിൽ കൊണ്ടുപോയി വെച്ചുകൊണ്ട് ധാരാളിത്തം കാണിക്കുകയാണ്. എന്നിട്ട് അത് പൂർത്തിയാകാൻ കഴിയാതെ അവസാനം അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന രംഗം. അവനവന്റെ കൊക്കിൽ ഒതുങ്ങുന്നതല്ലേ കൊത്താൻ പാടുള്ളൂ, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പോവുകയാണ്. കാരണം എന്താ? അതിന്റെ അടിസ്ഥാനം എന്താ? ഈ ലോകമാണ് എല്ലാ സുഖവും ആസ്വദിക്കാനുള്ള സ്ഥലം എന്നാ വിചാരം. പക്ഷെ മുസ്ലിമിനെ ഉണ്ടാവില്ല, ഉള്ളത് കൊണ്ട് ജീവിക്കാം എന്നേ അവർ വിചാരിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കണം, ഇലാമൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളുടെ തൊട്ടു താഴെയുള്ളവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. വലാ തൻദുറൂ, നിങ്ങൾ ഒരിക്കലും നോക്കരുത്, ഇലാമൻ ഹുവ ഫൗകക്കും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു തന്ന നിഅമത്ത്, അനുഗ്രഹത്തിന്റെ വിലയറിയാൻ അതാണ് ഏറ്റവും നല്ലത്. ഒരു കോൺക്രീറ്റ് വീട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഓടിട്ട ഒരു വീട്ടിലേക്കാണ് നോക്കുന്നതെങ്കിൽ അയാൾക്ക് അൽഹംദുലില്ലാ, അയാളെക്കാൾ ഞാൻ മെച്ചാണല്ലോ എന്ന് വിചാരം ഉണ്ടാവും. ഓടിട്ട ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി ഓലമേഞ്ഞ ഒരു വീട്ടിലേക്കാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് അൽഹംദുലില്ലാ, അയാൾക്കാണെങ്കിൽ എല്ലാ വർഷവും എന്ത് ചെയ്യണം? ആ ഓല മാറ്റി ഇങ്ങനെ വെക്കണം. എനിക്ക് ആ അവസ്ഥ അല്ലല്ലോ, അൽഹംദുലില്ലാ. ഓലമേഞ്ഞ വീട്ടിൽ ജീവിക്കുന്ന വ്യക്തി പാലത്തിന് ചുവട്ടിൽ ജീവിക്കുന്ന ആളിലേക്കാണ് നോക്കുന്നതെങ്കിൽ അവരെക്കാളും ഞാൻ നല്ല അവസ്ഥയിലാണല്ലോ, അല്ലേ? പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഓടിട്ട വീട്ടിൽ താമസിക്കുന്നവൻ ടെറസിലേക്കാണ് നോക്കുന്നത്, ടെറസിട്ട വീട്ടിൽ താമസിക്കുന്നവൻ ബംഗ്ലാവിലേക്കാണ് നോക്കുന്നത്, ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നവൻ കാറിലേക്കാണ് നോക്കുന്നത്, കാറിൽ യാത്ര ചെയ്യുന്നവൻ അതിലും വലിയ കാറിലേക്കാണ് നോക്കുന്നത്, ചെറിയ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവൻ വലിയ 50,000-ന്റെയും 60,000-ന്റെയും മൊബൈലാണ് അവന്റെ കണ്ണിലുള്ളത്.
അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ സമാധാനം ഉണ്ടാവില്ല, കിട്ടിയതൊന്നും മതിയാവില്ല. ആഗ്രഹങ്ങൾ തിരമാലകളെ പോലെയാണെന്ന് പറയാറുണ്ട്. തിരമാല അങ്ങനെ വരുന്ന കണ്ടാൽ തോന്നും അന്നങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ അതാണ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇങ്ങനെ തന്നെയാണ്. കടലുള്ളിടത്തോളം കാലം തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കും. മനുഷ്യനുള്ളിടത്തോളം കാലം ആഗ്രഹങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഖദ് അഫ്ലഹ, വിജയിച്ചിരിക്കുന്നു ആര്? മൻ അസ്ലമ, ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവിന് കീഴൊതുങ്ങിയവൻ. വറുസിഖ കഫാഫൻ, അന്നത്തെ ഭക്ഷണം കയ്യിലുള്ളവൻ. അധികമൊന്നും പറഞ്ഞിട്ടില്ല, അന്ന് കഴിക്കാനുള്ള ഭക്ഷണം കയ്യിലുള്ളവൻ. വഖനഅഹു അല്ലാഹു ബിമാ ആതാ, അല്ലാഹു എന്താണോ നൽകിയത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടവൻ. സഹോദരങ്ങളെ, നമ്മള് മുസ്ലിം സൊസൈറ്റി ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. നമുക്കുള്ളത് കൊണ്ട് ജീവിച്ചാൽ കടം വാങ്ങി പലിശക്കെടുത്ത് ബിസിനസ് തുടങ്ങരുത്, വീടിന് തറയിടരുത്. ഇതൊക്കെയാണ് നമ്മളെ നാട്ടിൽ അസംതൃപ്തി ഉണ്ടാക്കാനും അവസാനം കൊലപാതകം ഉണ്ടാകാനും ആത്മഹത്യ ഉണ്ടാകാനും. ഉള്ളത് കൊണ്ട് ജീവിച്ചാൽ മതി. നമ്മൾ മുത്തക്കിയായി ജീവിച്ച് മരിച്ച സുഹൃത്തുക്കളെ, നാളെ പരലോകത്ത് നമുക്ക് സുന്ദരമായ സ്വർഗ്ഗം, അവിടെയല്ലേ നമുക്ക് ജീവിതം. എത്ര ആളുകളുണ്ട് കോടികൾ മുടക്കി വീടുണ്ടാക്കിയിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരാൾ വീട് വെച്ച് ഒരാഴ്ചയാണ് അയാൾ താമസിച്ചത്, ഒറ്റ ആഴ്ച. 22 കൊല്ലം അയാൾ ഗൾഫിൽ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ടായ വീടാണ്. വലിയ ഹൗസ് വാമിംഗ് ഒക്കെ സംഘടിപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ആ സ്വീകരണ റൂമിൽ അദ്ദേഹത്തിന്റെ മയ്യത്താണ് വെച്ചത്. ആലോചിച്ചു, ഇത്രയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വളരെ കുറച്ചേ ജീവിക്കാനാണ്. നമുക്ക് പോകേണ്ടത് പരലോകത്തേക്കാണ്. ആ പരലോകം മുന്നിൽ കണ്ട് ജീവിച്ചാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും. സമ്പത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞാൽ എന്താ പറയുക? വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. വിശ്വാസികളെ പറ്റി പറയാം, അവരൊരിക്കലും ദൂർത്ത് കാണിക്കൂല, എന്നാ പിശുക്കൂല. ഏതുപോലെ? ഒരു പക്ഷിയെ പിടിച്ച പോലെയാണ് അവർ സമ്പത്ത് കൈകാര്യം ചെയ്യുക. ഒരു പക്ഷിയെ നമ്മൾ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ പിടിച്ചാൽ, അമർത്തി പിടിച്ചാൽ പക്ഷി ചാവും, തുറന്നു വെച്ചാലോ പക്ഷി പറന്നു പോകും. ഇതേപോലെ ആർക്കും കൊടുക്കാതെ വെക്കാനും പാടില്ല, എന്നാ യഥേഷ്ടം അവിടെ കൊടുക്കാനും പാടില്ല. എത്ര ഭംഗിയായ അവതരണമാണ് ഖുർആന്റെ നോക്കി നിങ്ങൾ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നിന്നാല് ഇന്ന് മലയാളികൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി. ഒരിക്കലും ഇത്തരം ആളുകൾ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കൂല. കാരണം എന്താ? വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. എന്ന വാക്ക് പോലും നിങ്ങൾ പറയരുത് എന്നാണ്. നല്ലോണം ആലോചിക്കണം. സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾ പ്രായമുള്ളവരും അസുഖമുള്ളവരും ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഒരിക്കലും അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനം പറഞ്ഞു പോകരുത്. നമ്മളൊക്കെ ആ സ്റ്റേജിലേക്ക് എത്താനുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ഓർമ്മ പോകാനുള്ളതാണ്. ചെറിയ കുട്ടികളെ പോലെ നമ്മളും പെരുമാറേണ്ടവരാണ്. നമ്മൾ എന്താണോ നമ്മുടെ മാതാപിതാക്കളോട് ഇപ്പോൾ ചെയ്യുന്നത്, അത് നമ്മുടെ മക്കൾ നോക്കി വെക്കുന്നുണ്ട്. 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ ഒരു പാഠം പഠിക്കാനുണ്ട്. ദ വുഡൻ കപ്പ് എന്ന് പറഞ്ഞത്. വുഡൻ കപ്പ്, ഒരു മരത്തിന്റെ കോപ്പ. ഒരു കുട്ടി ഒരു മരത്തിന്റെ കോപ്പയുണ്ടാക്കുകയാണ്. അപ്പൊ അമ്മ ചോദിച്ചു, എന്തിനാ മോനെ അത്? ഓ മകൻ പറഞ്ഞു, അമ്മേ, നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് കാപ്പി തരാൻ വേണ്ടിയാണ് ഈ മരത്തിന്റെ കോപ്പ. അതെന്താ അങ്ങനെ? നമ്മുടെ മുത്തച്ഛന് നിങ്ങളിപ്പോ സാധാരണ നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിലല്ലല്ലോ കൊടുക്കാറുള്ളത്, അതിന് വേറെ ഒരു കോപ്പ വെച്ചിരിക്കല്ലോ. അപ്പോഴാണ് ആ അമ്മ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇതുപോലെയുള്ളൊരവസ്ഥ ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നല്ലോണം ആലോചിക്കുക. ഇത്തരം മനോഭാവം, ഈ ഒരു വിശ്വാസമുള്ള ഒരാൾക്ക് അയൽവാസിയെ ദ്രോഹിക്കാൻ കഴിയില്ല, അന്യമത വിദ്വേഷം പരത്താൻ കഴിയില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ വഴിയരികിൽ നിൽക്കുമ്പോ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോവുകയാണ്, മുസ്ലിം അല്ലാത്ത ഒരാൾ. പ്രവാചകൻ എഴുന്നേറ്റ് നിന്നതിനെ ബഹുമാനിച്ചു. കൂടെയുള്ളവർ പറഞ്ഞു, പ്രവാചകൻ അതൊരു ജൂതന്റെ മയ്യത്താണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞത് എന്താ? അത് ജൂതനാണെങ്കിലും മനുഷ്യനല്ലേ, ഒരു മനുഷ്യനല്ലേ. ഇതാണ് പ്രവാചക അധ്യാപനം. അയൽവാസി പട്ടിണി കിടന്നുകൊണ്ട് നിങ്ങൾ വയറ് നിറക്കുന്നവൻ മുസ്ലിം അല്ല, വിശ്വാസിയല്ല എന്ന് പറഞ്ഞപ്പോ അയൽവാസി മുസ്ലിം ആണെങ്കിൽ എന്ന് ക്ലോസ് വെച്ചില്ല. അവൻ ഏത് മതവിഭാഗക്കാരനാകട്ടെ, അവൻ പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഒരു വിശ്വാസി ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ വക്താവിന് എങ്ങനെയാണ് ചാവേർ ആക്രമണത്തിലൂടെ ബസ് സ്റ്റാൻഡിൽ ബോംബായി പൊട്ടിത്തെറിക്കാൻ കഴിയുക? റെയിൽവേ സ്റ്റേഷനിൽ പൊട്ടിത്തെറിക്കാൻ കഴിയുക? എങ്ങനെയാണ് തീവ്രവാദിയാകാൻ കഴിയുക? എങ്ങനെയാണ് തന്റെ അയൽവാസിയായ
അമുസ്ലിമായ അയൽവാസിയെ ദ്രോഹിക്കാൻ കഴിയുക, അവനെ വെറുക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. ഇങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന മറ്റു മതവിഭാഗങ്ങളോട് നാം എന്തു ചെയ്യണം? ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും, മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കാത്ത, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത, അഥവാ നല്ല നിലയിൽ നിങ്ങളോട് വർത്തിക്കുന്ന മറ്റു മതവിഭാഗങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം? അന്തബർറൂഹും, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം, ബിർറ് ചെയ്യണം. വതുഖ്സിതു ഇലൈഹിം, അവരോട് നിങ്ങൾ മാന്യമായി, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണം, നീതിയോടുകൂടി പെരുമാറണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നിശ്ചയമായും അല്ലാഹു നീതി പാലിക്കുന്നവരോടൊപ്പമാണ് എന്നാണ്. ഇങ്ങനെ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് അപരമത വിദ്വേഷം ഉണ്ടാകാൻ പറ്റുക? എങ്ങനെയാണ് പാർലമെന്റിനകത്തലങ്ങളിൽ നിന്ന് നീ ഹൈന്ദവ തീവ്രവാദിയാണെന്ന് വിരൽ ചൂണ്ടി സംസാരിക്കാൻ ഒരു മുസ്ലിമിന് എങ്ങനെ കഴിയും? കഴിയില്ല. അവനവന്റെ മതം അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആനിനെ വേദഗ്രന്ഥമായി അംഗീകരിച്ച് അതിലുള്ള ഏകദൈവ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് അതിലുള്ള പരലോക വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും ക്രൂരമായ പീഡനങ്ങളും അഴിമതികളും അങ്ങനെയുള്ള ഒരു തെറ്റും അവന് ചെയ്യാൻ കഴിയില്ല. ഇതൊരു ഉട്ടോപ്പിയ എന്നല്ല സഹോദരങ്ങളെ, ഇതൊരു തിയറി അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുമ്പോ 3W എന്നാണ് ആ കാലഘട്ടത്തെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വാർ, വൈൻ, വിമൺ. അന്ന് അവർക്ക് ഈ 3 സാധനം വേണ്ടിയിരുന്നു: മദ്യം, പെണ്ണ്, യുദ്ധം. ഈ 3 എണ്ണത്തിൽ അഭിരമിച്ച ഒരു നാടായിരുന്നു, കാലമായിരുന്നു 6-ാം നൂറ്റാണ്ട്. ആ മനുഷ്യരെയാണ് ഈ ഖുർആൻ വെച്ചുകൊണ്ട് തുല്യതയില്ലാത്ത രാജപാതയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി കാണിച്ചത്. നിങ്ങൾക്ക് മദ്യത്തിൽ നിന്ന് വിരമിക്കാനായില്ല എന്ന് ചോദിച്ചപ്പോ കുടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാര് വിരല് വായിലേക്ക് തിരികി ആ കുടിച്ച മദ്യം ഛർദ്ദിച്ചു. വലിയ അബ്കാരി കോൺട്രാക്ടർമാര് സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച കള്ളിന്റെ വീപ്പകൾ, അവർ മദ്യത്തിന്റെ ചാലുകൾ അവിടെ മദീനയിൽ ഉണ്ടായി, ഒഴുക്കി വിട്ടു. ഇതുകൂടി വിറ്റ ശേഷം ഞങ്ങൾ നിർത്താമെന്ന് അവർ പറഞ്ഞില്ല. സഹോദരങ്ങൾ, അങ്ങനെ ഒരു തലമുറ മാറിയിട്ടുള്ളതുകൊണ്ട് ആത്മഹത്യ ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞു, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സിറ്റിയിൽ കൊല്ലത്താണെന്ന് പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ആത്മഹത്യ എവിടെയുള്ളത്? പഠിച്ചു. ഈ കുറഞ്ഞ ആത്മഹത്യയുള്ളത് മലപ്പുറം ജില്ലയിൽ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് എവിടെ? മലപ്പുറം ജില്ലയിൽ. സിബി മാത്യു എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് മലപ്പുറം ജില്ലയിൽ ആത്മഹത്യകൾ കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ ദൈവവിശ്വാസികൾ കൂടുതലാണ്, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നതിൽ വിശ്വസിക്കുന്നവർ കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചാലും അവർ ക്ഷമിക്കും. ചില വക്കീൽമാർ പറയാറുണ്ട്, ഈ മുസ്ലിമീങ്ങളുടെ കേസ് വാദിക്കാൻ വലിയ സമാധാനമാണ്. ഇത് വാദിച്ച് ജയിച്ചാൽ വക്കീലിനാണ് ക്രെഡിറ്റ്, തോറ്റാൽ അവർ പറയും അത് അള്ളാന്റെ വിധിയാണെന്ന് പറയും. ഞങ്ങളെ കുറ്റം പറയില്ല. എത്ര പെട്ടെന്ന് അവർ സെറ്റാവുമെന്നറിയും. അത് വലിയ കാര്യമാണ്. ലോക രാജ്യങ്ങൾ എടുത്തു നോക്കി ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉള്ളത് ഇസ്ലാമിക രാജ്യങ്ങളിൽ കുറഞ്ഞ ആത്മഹത്യയാണ്. എന്താ കാരണം? ഈ വിശ്വാസം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. മലയാളികൾക്ക് നല്ല ഏത് വിഭാഗങ്ങൾക്കും ആ മാർഗത്തിലേക്ക് കടന്നു വരാൻ ഇനിയും സഹോദരങ്ങളെ വൈകരുത്. ഇത് മോക്ഷത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്, എല്ലാവരുടെയും മോക്ഷത്തിലേക്കുള്ള ഒരു ക്ഷണം. ആ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. എനിക്ക് ഈ പെരുമ്പാവൂരിലുള്ള ഇവിടെ തടിച്ചുകൂടിയ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇന്ന് ഞാൻ ഇവിടെ വന്നൊരു 3 മണിയോടുകൂടിയാണ് എത്തിയത്. നേരെ പോയത് നമ്മൾ പുതുതായി വാങ്ങിയ ആ ഭൂമിയിലേക്കാണ്. അവിടെ ഒരു വലിയ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു മന്ദിരം പണിയുന്നതിന് വേണ്ടിയുള്ള തറക്കല്ലിട്ട ശേഷമാണ്, മറ്റൊരു കൺവെൻഷനും കഴിഞ്ഞ ശേഷമാണ് ഇവിടെ വരുന്നത്. സഹോദരങ്ങൾ, ഞാൻ ഇത്രയും പ്രസംഗിച്ച ആ ഒരു ആശയം ഉണ്ടല്ലോ,
ഈ ആശയം നമ്മൾ മാത്രം മനസ്സിൽ വെച്ചാൽ മതിയോ? എൻ്റെ ചോദ്യമാണ്. ഇത് നമുക്ക് മാത്രം കിട്ടിയാൽ മതിയോ? ഇതറിയാത്ത എത്ര സഹോദരങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ അയൽപ്പക്കത്തുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്? ഇന്ന് ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറുമ്പോൾ പറഞ്ഞു, ഈ പെരുമ്പാവൂരിൽ നിന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം ലഹരിൻ്റെ പേരിൽ പിടിച്ചു കൊണ്ടുപോയ കുറേ ആൾക്കാരുണ്ട്. ഇതിന് എണ്ണം കൂടുകയാണ്. നിങ്ങൾ ആരെയും വിചാരിക്കണം നമ്മളെ കുട്ടികളെ മാത്രം നന്നാക്കി എടുക്കാൻ പറ്റും. ആ വ്യാമോഹം ആർക്കും വേണ്ട. ഈ കുട്ടി പോകുന്ന അങ്ങാടി നന്നായാലേ ആ കുട്ടി നന്നാവുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? ഈ കുട്ടി ആരുടെ തോളിലാണോ കൈവെക്കുന്നത് ആ കൂട്ടുകാർ കൂടി നന്നാവുമ്പോഴേ നമ്മുടെ കുട്ടി നന്നാവുള്ളൂ. അല്ല നമ്മളെ കുട്ടിനെ മാത്രം ഒരു കൂട്ടിലിട്ട് ജീവിപ്പിക്കുമ്പോൾ നന്നാക്കി എടുക്കാന്ന് ആരും വിചാരിക്കണ്ട. അതിന് നമ്മൾക്ക് നല്ലൊരു മഹല്ല് സംവിധാനം വേണം, ഒരു നല്ല അന്തരീക്ഷം വേണം, അതിന് പറ്റുന്ന മദ്രസ വേണം, അതിന് പറ്റുന്ന ഖുതുബ വേണം. ഈ ഒരു മലവെള്ളപ്പാച്ചിലിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, ഈ കൊടുങ്കാറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ചില തുരുത്തുകൾ ആവശ്യമാണ്. ആ തുരുത്തിന്റെ പേരാണ് മസ്ജിദ് എന്ന് പറയുന്നത്. ആ തുരുത്തിന്റെ പേരാണ് മദ്രസ എന്ന് പറയുന്നത്. ആ തുരുത്തിന്റെ പേരാണ് ഇസ്ലാമിക സംഘടനകൾ എന്ന് പറയുന്നത്. ആ തുരുത്തിന്റെ പേരാണ് സമ്മേളനം എന്ന് പറയുന്നത്. ആ തുരുത്തിന്റെ പേരാണ് തദ്കിറ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിനെ നിലനിർത്തുവാനുള്ള ഒരു പ്രവർത്തനത്തിലാണ്, പരിശ്രമത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ആ സ്ഥാപനം ഉയരണം. സ്ത്രീകളോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ നല്ലൊരു വിഹിതം അതിലേക്ക് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ അന്വേഷിച്ച് വരാൻ കാത്തിരിക്കരുത്. നിങ്ങൾ വീട്ടിൽ പോയി ചർച്ച ചെയ്യുക, എന്താണ് അതിനു വേണ്ടി ചെയ്യാൻ പറ്റുക എന്ന് ഓരോരുത്തരും ചർച്ച ചെയ്യുക. എന്നിട്ട് സംഘാടകരെ ഇങ്ങോട്ട് വിളിക്കുക, ഇതാ ഞങ്ങളെ വക ഇത്ര തരാം. സഹോദരിമാരൊക്കെ ഒന്ന് ചിന്തിക്കുക, ഞങ്ങളുടെ അടുത്തേക്ക് അവിടെ കാശ് എന്നാണ് സപ്പോസ് സഹോദരിമാർ വേഗം പറയുക. നിങ്ങളുടെ അടുത്ത് കാശ് ഒരു പക്ഷെ ഉണ്ടാവില്ല. നിങ്ങൾ അലമാരയുടെ ലോക്കർ തുറന്നാൽ ഇതുവരെ തൊടാത്ത വളകൾ അവിടെയുണ്ട്, മാലകൾ അവിടെയുണ്ട്, പൊട്ടിയ മോതിരങ്ങളുണ്ട്. ഇതങ്ങനെ വെച്ച് നമ്മൾ മരിച്ചു പോയി അടുത്താക്കി കൊടുക്കുകയും അതിന് കുറച്ചെടുത്ത് നമുക്ക് കബർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ നോക്കണം. അങ്ങനെ ഒരു 4 സ്ത്രീകൾ വിചാരിച്ചാൽ തീരാവുന്ന കേസുകളൊക്കെ. അതുപോലെ സഹോദരങ്ങൾ, എൻ്റെ അടുത്ത് കറൻസി എവിടെയെന്നാണ്. കറൻസി മാത്രമല്ല പണം, കറൻസി മാത്രമല്ല പണം. നമ്മുടെ ഭൂമി നമ്മുടെ സ്വത്താണ്, നമ്മുടെ പണമാണ്. നമ്മുടെ കടകൾ, നമ്മുടെ ഷോപ്പുകൾ, നമ്മുടെ ആസ്തികൾ, ഇതൊക്കെ നമ്മുടെ കൂടെയുള്ളത്. അതിൽ നിന്ന് ഒരു വിഹിതം നമുക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴേ അത് പൊന്തുള്ളൂ സഹോദരങ്ങൾ. ഭൂമി ഏതായാലും നമ്മൾ കൈവശപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ആ ബിൽഡിംഗ് നമുക്ക് സാർത്ഥകമാക്കണം. നിങ്ങളെല്ലാവരും അതിനു വേണ്ടി കഴിവിൻ്റെ പരമാവധി അതിനു വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം, ശ്രമിക്കണം, അതോടൊപ്പം പ്രാർത്ഥിക്കണം. എല്ലാവരും ഇന്നത്തെ തഹജ്ജുദ് നമസ്കാരത്തിൽ പടച്ചോനെ അത് എത്രയും പെട്ടെന്ന് ഉയർത്തണേ, അത് വളർത്തണേ, അത് നല്ല രീതിയിൽ ഒരു വഴി തുറന്നു കിട്ടണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നല്ലൊരു തുടക്കമാകട്ടെ ഇന്നത്തെ ഈ തുടക്കം. ഇന്ന് എന്തുകൊണ്ടും അതിന് തറയിട്ടു, പ്രത്യേക കൺവെൻഷൻ വിളിച്ചു. ഇപ്പം നിങ്ങളോട് ആ വിവരവും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പ്രാവശ്യം വരുമ്പോൾ അതിൻ്റെ പണി തുടങ്ങി എന്ന സന്തോഷ വാർത്ത ഞങ്ങളെപ്പോലെയുള്ളവർക്ക് കാണാൻ കഴിയണമെന്നാണ് വിചാരിക്കുന്നത്. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇനിയും ദീർഘിച്ച് സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് വീട്ടിലെത്താം, എനിക്കൊരു 5 മണിക്കൂറോളം വീട്ടിലെത്താം. അതുകൊണ്ട് നാളെ സ്കൂളുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം എൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. അള്ളാഹു ഈ ഇരുത്തം ഒരു സ്വാലിഹായ അമലായി പരിഗണിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായി നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, നാട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവർക്കൊക്കെ അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിപ്പിച്ച് ചേർക്കുമാറാകട്ടെ. വിവാഹം കഴിഞ്ഞ് ഇതുവരെയും സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ പ്രായമായിട്ടും വിവാഹം ചെയ്തയക്കാൻ കഴിയാത്ത പെൺകുട്ടികളുണ്ട്. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ സമയമായിട്ടും അതിന് പറ്റുന്ന പെൺകുട്ടികളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ഇവർക്കൊക്കെ ഏറ്റവും നല്ല ദമ്പതികളെ കണ്ടെത്തുവാനുള്ള തൗഫീക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. കുടുംബത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഉമ്മമാരുണ്ട്, മരുമക്കളുണ്ട്, മക്കളുണ്ട്. ഇവർക്കൊക്കെ ഒരു ഹൃദയത്തിൻ്റെ ഒരു വിശാലതയും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ രാജ്യം ഇന്ന് ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഒരു വക്കത്താണുള്ളത്.
ആ വർഗീയ ധ്രുവീകരണത്തിൽ നിന്ന് ഈ നാടിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു സമാധാനമുള്ള നല്ലൊരു ഭരണ സംവിധാനം ഈ നാട്ടിൽ കൊണ്ടുവരാനുള്ള തൗഫീക്ക് അള്ളാഹു ഈ രാജ്യത്തിനും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് പ്രബോധന പദ്ധതികളുണ്ട്. ആ പ്രോഗ്രാമുകളെല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുവാനും ഒരുപാട് ആളുകൾക്ക് വിളിച്ചു കൊടുക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാം അള്ളാഹു ഉണ്ടാക്കി തരുമാറാകട്ടെ. നമ്മുടെ യുവാക്കൾ, കുട്ടികൾ, സ്ത്രീകൾ ഇവർക്കൊക്കെ പ്രത്യേക കൂട്ടായ്മകളുണ്ട്. ആ കൂട്ടായ്മകളിലൊക്കെ നമ്മൾ ഓരോരുത്തരും ചേർന്ന് ഈ ദുനിയാവിലുള്ള ആയുസ് പ്രവർത്തിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين يا أرحم الراحمين. സഹോദരങ്ങളെ, ഇവിടെ 12,705 രൂപയാണ് ബക്കറ്റ് കളക്ഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അള്ളാഹു എല്ലാവർക്കും